അപ്പോൾ നമ്മളിന്ന് നമ്മളുടെ +2 നീറ്റിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്? റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് ആണ് അല്ലേ. അപ്പോൾ ഈ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ നമുക്കിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്ലവേഴ്സിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, ആൻഡ് ആനിമൽസിൻ്റെ, ഹ്യൂമൻസിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഓർഗാനിസംസിൽ എങ്ങനെയാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത് അതിൻ്റെ ഒരു ബേസിക് ഐഡിയ തരുന്ന ചാപ്റ്ററാണ് ഈ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മളുടെ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു സെഷനിൽ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്ററിന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, നീറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ആദ്യം തന്നെ നമ്മളുടെ NCERT ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ബേസിസിലുള്ള ക്ലാസ്സസ് കണ്ടിരിക്കണം. എന്നിട്ട് നിങ്ങൾ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് റെഡി ആയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതുകൊണ്ട് യൂസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വാട്ടർ ഹയാസിന്ത് ആൻഡ് വാട്ടർ ലില്ലി, okay, water hyacinth and water lily, pollination takes place by, pollination എന്താണ്? pollination എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെച്യൂർ ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ്, ഒരു മെയിൽ ഫ്ലവർ ഉണ്ടാകും. ഇതൊരു മെയിൽ ഫ്ലവർ ആണെങ്കിൽ ഇവിടെ പോളൻ ഗ്രെയിൻസ് ഉണ്ടാവും ഇതിനകത്ത് അല്ലേ. അതേപോലെ ഫീമെയിൽ ഫ്ലവേഴ്സിൽ എന്തുണ്ടാവും? സ്റ്റിഗ്മ ഉണ്ടാകും. അപ്പോൾ ഈ മെച്യൂർ ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസിനെ ഈ മെച്യൂർ ആയിട്ടുള്ള സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളിനേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കുഞ്ഞിലേ പഠിക്കുന്നതാണ് അല്ലേ. ക്വസ്റ്റ്യൻ അതല്ല. വാട്ടർ ഹയാസിന്ത് ആൻഡ് വാട്ടർ ലില്ലി, ഇത് രണ്ടും എന്താണ്? അക്വാട്ടിക് പ്ലാന്റ്സ് ആണ് അല്ലേ. വാട്ടർ ഹയാസിന്ത് എന്ന് പറയുമ്പം എന്താണ്? നമ്മളുടെ ടെറർ ഓഫ് ബംഗാൾ എന്നൊക്കെ പറയുന്ന നമ്മളുടെ ഐക്കോർണിയ പ്ലാന്റ് ആണ്. ആൻഡ് വാട്ടർ ലില്ലി, വാട്ടറിൽ കാണുന്ന ലില്ലി പ്ലാന്റ് ആണ്. ദെൻ ഇതിൽ രണ്ടിലും പോളിനേഷൻ ടേക്സ് പ്ലേസ് ചെയ്യുന്നത് ഏത് ഏജൻറ്റ് വഴിയാണ്, അല്ലെങ്കിൽ ഏത് മീഡിയം വഴിയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഓപ്ഷൻ ഇൻസെക്ട്സ് ഓർ വിൻഡ്, second water currents only, third wind and water, D insects and water. ഇതിൽ ഏത് ഏജൻറ്റ് വഴിയായിട്ടാണ്, അല്ലെങ്കിൽ ഏത് മീഡിയം ത്രൂ ആണ് ഈ വാട്ടർ ഹയാസിന്തിലും വാട്ടർ ലില്ലിയിലും പോളിനേഷൻ നടക്കുന്നത്? ഓക്കെ, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ വർഷത്തെ നീറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റെഡി? ഓക്കെ, അപ്പം നിങ്ങൾ നല്ലപോലെ ആലോചിക്കുക. ഈ രണ്ട് പ്ലാന്റ്സിനെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിലേ ആ ഒരു എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പോളിനേറ്റിംഗ് ഏജൻസിന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഏതായിരിക്കും നമുക്ക് കുറേ ഈ വാട്ടർ ലില്ലി, വാട്ടർ ഹയാസിന്ത് എന്ന് കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് വാട്ടർ ഉള്ളത് അല്ലേ. പക്ഷേ ആക്ച്വലി കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, ഇൻസെക്ട് ഓർ വിൻഡ് ആണ്. കാരണം ഈ വാട്ടർ ഹയാസിന്തും വാട്ടർ ലില്ലിയും വാട്ടറിൻ്റെ ഉള്ളിൽ സബ്മേർജ്ഡ് ആയിട്ട് കിടക്കുന്ന പ്ലാന്റ്സ് അല്ല. അതായത് അവരുടെ ഫ്ലവേഴ്സ് ഇതിപ്പോൾ വാട്ടർ ലെവലാണെങ്കിൽ ഈ പ്ലാന്റിൻ്റെ ഫ്ലവർ ഇതിൻ്റെ മുകളിലാണുള്ളത്. ഇത് വാട്ടറിൻ്റെ ഉള്ളിലേക്ക് സബ്മേർജ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ മാത്രമേ അവർ വാട്ടറിൻ്റെ ഉള്ളിൽ എന്ത് നടക്കുള്ളൂ, വാട്ടർ മീഡിയം ത്രൂ പോളിനേഷൻ നടക്കുള്ളൂ. പക്ഷേ ഈ രണ്ട് പ്ലാന്റ്സിലും ഫ്ലവർ എന്താണ്? വാട്ടർ ലെവലിന് മുകളിലാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പോളിനേഷൻ നടക്കുന്നത് ഒന്നെങ്കിൽ ഇൻസെക്ട്സ് വഴിയാണ്, അല്ലെങ്കിൽ വിൻഡ് ത്രൂ ആണ്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പം നമ്മളെല്ലാവരും ആദ്യം ഈ ഒരു വാട്ടർ എന്ന് പറയുന്ന അവർ ആ ഒരു രണ്ട് പ്ലാന്റ്സിന് എടുക്കാൻ തന്നെ കാരണം എന്താണ്? വാട്ടർ എന്ന് പറയുമ്പം വാട്ടർ പ്ലാന്റ്സ് ആണല്ലോ, അപ്പോൾ വാട്ടർ ത്രൂ ആയിരിക്കും പോളിനേഷൻ എന്ന് പറയുന്നൊരു ചാൻസ് നമ്മളെല്ലാവരും ചിന്തിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ ഓപ്ഷൻസ് കൊടുത്തത്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇൻസെക്റ്റ് അല്ലെങ്കിൽ വിൻഡാണ്. ത്രൂ ഇൻസെക്ട്സ് ഓർ വിൻഡാണ് പോളിനേഷൻ നടക്കുന്നത്. ആൻഡ് വാട്ടർ കറൻസിലൂടെ അല്ല. കാരണം വാട്ടർ കറൻസിലൂടെ നടക്കണമെങ്കിൽ ആ ഫ്ലവർ വാട്ടറിൻ്റെ ഉള്ളിലേക്ക് സബ്മേർജ്ഡ് ആയിരിക്കണം. ആ ഫ്ലവറിൻ്റെ പോളൻ ഗ്രെയിൻസ് വാട്ടറിൽ റിലീസ്ഡ് ആവണം, എന്നാൽ മാത്രമേ വാട്ടർ ത്രൂ പോളിനേഷൻ നടക്കുള്ളൂ. ഇത് അങ്ങനത്തെ പ്ലാന്റ് അല്ല. ദെൻ വിൻഡ് ആൻഡ് വാട്ടർ, ഇവിടെ വാട്ടർ വന്നുകൊണ്ട് ഈ ഓപ്ഷനും വരില്ല. അതേപോലെ ഇൻസെക്ട്സ് ആൻഡ് വാട്ടർ, എഗെയിൻ ഇവിടെ വാട്ടർ വന്നുകൊണ്ട് ഈ ഓപ്ഷനും വരില്ല. Option A is the correct answer. Okay, then next question. In some plants, the female gamete develops into embryo without fertilization. This phenomenon is known as, okay, ഫീമെയിൽ ഗാമേറ്റ്സിന് ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫ്രൂട്ട് ഉണ്ടാവുന്ന അല്ലെങ്കിൽ എംബ്രിയോ ഡെവലപ്പ് ആവുന്ന ഒരു പ്രോസസ്സിനെയാണ് ചോദിച്ചിരിക്കുന്നത്. പ്രത്യേകം നോക്കുക, ഇൻ കേസ് ഓഫ് പ്ലാന്റ്സ് ആണ്. റെഡി? 2019 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ഓട്ടോഗാമി, പാർത്തനോകാർപ്പി, സിംഗമി ആൻഡ് പാർത്തനോജെനസിസ്. ഇതിൽ ഏതാണ് ഫീമെയിൽ ഗാമേറ്റിന് ഫെർട്ടിലൈസേഷൻ നടക്കാതെ എംബ്രിയോ ഡെവലപ്പ് ആവുന്ന ആ ഒരു പ്രോസസ്സ്?
കിട്ടി. അപ്പോൾ ഓരോ പ്രോസസ്സും എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിലേ നമുക്ക് കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ ആയിക്കഴിഞ്ഞാൽ തെറ്റ് വരാനുള്ളൊരു ചാൻസ് ഇവിടെ ഉണ്ട് അല്ലേ. ഓട്ടോഗ്യാമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് സെൽഫ് ഫെർട്ടിലൈസേഷൻ. സെൽഫ് ഫെർട്ടിലൈസേഷനെയാണ് നമ്മൾ ഓട്ടോഗ്യാമി എന്ന് പറയുന്നത്. അപ്പം ഇതെന്തായാലും അല്ല, കാരണം ഇവിടെ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഈവൻറ്റ് വന്നു. ദെൻ സിംഗമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ആക്ച്വൽ ഫെർട്ടിലൈസേഷനാണ്. ആക്ച്വൽ ഫെർട്ടിലൈസേഷനാണ് സിംഗമി. സിൻ എന്ന് പറയുമ്പം ഇറ്റ് ഈസ് യൂണിയൻ. സിൻ എന്ന് പറയുമ്പോൾ യൂണിയൻ എന്നാണ് മീനിങ്. ഗാമി എന്ന് പറയുമ്പോൾ ഫ്യൂഷൻ, മാരേജ് എന്നൊക്കെയാണ് ആ വേർഡിൻ്റെ കറക്റ്റ് മീനിങ്. അപ്പോൾ രണ്ടാളുടെ ഫ്യൂഷനാണ് സിംഗമി. അതുമല്ല, പിന്നെ നമുക്ക് ഡൗട്ട് ഉള്ളതാണ് പാർത്തനോ കാർപ്പി ആൻഡ് പാർത്തനോ ജെനസിസ് അല്ലേ. ഇതിൽ പാർത്തനോ ജെനസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീമെയിൽ ഗ്യാമേറ്റിന് അല്ലെങ്കിൽ എഗ്ഗിന് ഫെർട്ടിലൈസേഷൻ നടക്കാതെ എംബ്രിയോ ഡെവലപ്പ് ചെയ്യാണ് ഇൻ ദ കേസ് ഓഫ് ആനിമൽസ്. ഓക്കെ, ആനിമൽസിൻ്റെ കേസിലാണ് എന്ത് വരുന്നത്? പാർത്തനോ ജെനസിസ് വരുന്നത്. ഫീമെയിൽ ഗ്യാമേറ്റ് ഓർ എഗ്ഗ് ഫെർട്ടിലൈസേഷൻ നടക്കാതെ എംബ്രിയോ ആയിട്ട് മാറുന്ന പ്രോസസ്സാണ്. ദെൻ പാർത്തനോ കാർപ്പി ഈസ് ദി കറക്റ്റ് ആൻസർ. എന്താണ്? ഫീമെയിൽ ഗ്യാമേറ്റിന് ഫെർട്ടിലൈസേഷൻ നടക്കാതെ എംബ്രിയോ ഉണ്ടാവുകയാണ്. അതായത് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, സീഡ്ലെസ് ഫ്രൂട്ട്സ് ഉണ്ടാവുന്നത്. ഇപ്പം നമ്മൾ വാട്ടർമെലനൊക്കെ കഴിക്കും, തണ്ണിമത്തനൊക്കെ കഴിക്കുമ്പോൾ അല്ലേ, അതിനകത്ത് ഒരുപാട് കുരു ഉണ്ടാകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. അപ്പം നമ്മളേക്ക് കുരു ഇല്ലാത്തതാണെങ്കിൽ നല്ലതായിരുന്നു എന്നല്ലേ. അതേപോലെ ഗ്രേപ്സ് ഒക്കെ കഴിക്കുമ്പോൾ അങ്ങനെ സീഡ്ലെസ് ആയിട്ടുള്ള ഫ്രൂട്ട് ഉണ്ടാക്കുന്നത് പാർത്തനോ കാർപ്പി എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ്. ഇറ്റ് ഈസ് ദി ആൻസർ. ഇറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് പ്ലാന്റ്സിൻ്റെ കേസസിൽ എന്താ? ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫീമെയിൽ ഗ്യാമേറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നതാണ് പാർത്തനോ കാർപ്പി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the fate of male gamete discharged in the synergid? ഓക്കെ, മെയിൽ ഗ്യാമേറ്റ് ഉണ്ടല്ലോ, നമ്മൾക്കറിയാം ഒരു എഗ് അപ്പാരറ്റസ് ഓർമ്മയുണ്ടല്ലോ. ഈ എഗ് അപ്പാരറ്റസിൽ ഇവിടെ എഗ്ഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 സൈനർജിറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്ന മെയിൽ ഗ്യാമേറ്റ്സിൻ്റെ എന്താ പറയുക, ഫീമെയിൽ ഗ്യാമേറ്റിൻ്റെ ഫെയ്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം പോളൻ ഗ്രെയിൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മെയിൽ ഗ്യാമേറ്റ്സ് ഉണ്ടാവാറുണ്ടല്ലേ. അപ്പോൾ ആ മെയിൽ ഗ്യാമേറ്റ്സിന് പിന്നെ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, 1 fuses with egg, other degenerate in the synergid. All fuses with the egg. Option C, 1 fuses with the egg, other fuses with the synergid. 1 fuses with the egg and other fuses with the central nuclei. ഓക്കെ, അപ്പോൾ നമ്മളുടെ പോളൻ ഗ്രെയിൻ്റെ ഉള്ളിൽ എത്ര ഗ്യാമേറ്റ്സ് ഉണ്ട്? മെയിൽ ഗ്യാമേറ്റ്സ് 2 മെയിൽ ഗ്യാമേറ്റ് ഉള്ള പോളൻ ഗ്രെയിൻ ആണ് നമ്മൾ ഈ സൈനർജിഡിലേക്ക് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ആ മെയിൽ ഗ്യാമേറ്റിന് എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നിങ്ങൾ ഇതിൽ നിന്ന് ചൂസ് ചെയ്യേണ്ടത്. 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്കറിയാം ഇവിടെ പോളാർ ന്യൂക്ലിയൈ ഉണ്ട്, ഇവിടെ ആൻറ്റിപോഡൽ സെൽസ് ഉണ്ട്. അപ്പം ഈ എംബ്രിയോ സാക്കിലേക്ക് റിലീസ് ചെയ്യുന്ന മെയിൽ ഗ്യാമേറ്റ്സിൻ്റെ ഫേറ്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്തായിരിക്കും? ഓക്കെ, നമുക്കറിയാം എന്തായാലും ഒരു മെയിൽ ഗ്യാമേറ്റ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യും അല്ലേ. ഒരു മെയിൽ ഗ്യാമേറ്റ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് എന്തുണ്ടാകും? നമ്മളുടെ സൈഗോട്ട് ഉണ്ടാവുന്നുണ്ട് അല്ലേ. അതെന്തായാലും ഉണ്ട്. 1 fuses with the egg എല്ലാത്തിലും കൊടുത്തിട്ടുണ്ട്. 1 fuses with the egg ശരിയാണ്. രണ്ടാമത്തെ മെയിൽ ഗ്യാമേറ്റിന് എന്താണ് സംഭവിക്കുന്നത്? രണ്ടാമത്തെ മെയിൽ ഗ്യാമേറ്റ് ആരുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു എന്നാണ് നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ മെയിൽ ഗ്യാമേറ്റ് ഫ്യൂസ് ചെയ്യുന്നത് ഈ പോളാർ ന്യൂക്ലിയൈ ആയിട്ടാണ്. ഇതെന്താണ്? ഇത് പോളാർ ന്യൂക്ലിയൈ ആണ് അല്ലേ. ഈ പോളാർ ന്യൂക്ലിയൈനോടാണ് മെയിൽ ഗ്യാമേറ്റ് ഫ്യൂസ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഫോം ചെയ്യും അല്ലേ. ട്രിപ്പിൾ ഫ്യൂഷൻ. അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ ആൻജിയോസ്പേംസിൽ ഡബിൾ ഫെർട്ടിലൈസേഷൻ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ഇസ് ദി കറക്റ്റ് ആൻസർ. 1 fuses with the egg and other fuses with the central nuclei. സെൻട്രൽ ന്യൂക്ലിയൈ എന്ന് ഉദ്ദേശിച്ചത് പോളാർ ന്യൂക്ലിയൈനെയാണ്. പോളാർ ന്യൂക്ലിയൈനെയാണ് സെൻട്രൽ ന്യൂക്ലിയൈ എന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പം ഇതാണ് കറക്റ്റ് ആൻസർ. 1 fuses with the egg, other degenerate അല്ല. മറ്റേത് ഡീജനറേറ്റ് ആവുന്നില്ല, അത് പോളാർ ന്യൂക്ലിയൈനോട് ഫ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതല്ല. all fuses with the egg, ഇതൊരിക്കലും അല്ല. ഒറ്റൊന്ന് മാത്രമേ എഗ്ഗിനോട് ഫ്യൂസ് ചെയ്യുന്നുള്ളൂ. 1 fuses with the egg, other fuses with the synergid അല്ല. സൈനർജിഡ്സ് എഗ്ഗിൻ്റെ ഫ്യൂഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡീജനറേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഓപ്ഷൻ ഡി ഇസ് ദി കറക്റ്റ് ആൻസർ. അപ്പം നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓൺലി വൺ ഇറ്റ്സ് ലൈഫ് ടൈം?
ഇതിലേതാണ്, അതായത് മാംഗോ ആണോ, ജാക്ക് ഫ്രൂട്ട് ആണോ, ബാംബൂ സ്പീഷീസ് ആണോ, പപ്പായ ആണോ അതിൻ്റെ ലൈഫ് ടൈമിൽ ഒറ്റ തവണ ഉള്ളത്? അതായത് അതിൻ്റെ ഫ്രൂട്ട് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ ഡെഡ് ആവും അല്ലെങ്കിൽ ഡൈ ആവും. അതിലേതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മാംഗോ, ഓപ്ഷൻ ബി ജാക്ക് ഫ്രൂട്ട്, ഓപ്ഷൻ സി ബാംബൂ സ്പീഷീസ് ആൻഡ് ഓപ്ഷൻ ഡി പപ്പായ. ഇതിലേതാണ് നമ്മളുടെ ഒറ്റ ടൈമിൽ ഉണ്ടാവുന്നത്? അതായത് അത് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു തവണ ഫ്രൂട്ട് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതോടുകൂടെ തീർന്നു, പിന്നെ നെക്സ്റ്റ് ഉണ്ടാക്കാൻ ആ സ്പീഷീസ് ഉണ്ടാവില്ല. അത് ഏത് സ്പീഷീസ് എന്നാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. നമ്മൾക്ക് അറിയുന്നതാണല്ലേ, മാംഗോ ആണോ? അല്ല. കാരണം എന്തുകൊണ്ടാണ്? മാംഗോ ഒക്കെ നമ്മളുടെ വീട്ടിലിപ്പോൾ മാംഗോ ട്രീ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് തവണ വർഷങ്ങളോളം മാങ്ങ കിട്ടില്ലേ, ഉണ്ടാവും. അപ്പം അതിതല്ല. ദെൻ ജാക്ക് ഫ്രൂട്ട് അല്ലേ, ഒരു പ്ലാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം ഫ്രൂട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഡെഡ് ആവുന്നുണ്ടോ, നശിച്ചു പോകുന്നുണ്ടോ? ഇല്ല അല്ലേ. ദെൻ പപ്പായ ഇല്ല, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ട് അല്ലേ. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബാംബൂ സ്പീഷീസ്. ബാംബൂ സ്പീഷീസ് അതിൻ്റെ ലൈഫ് ടൈമിൽ ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടായിരിക്കും ഒരു തവണ എപ്പോഴെങ്കിലൊക്കെ ആയിരിക്കും എന്തുണ്ടാവുന്നത്, ഫ്ലവറിങ് ഉണ്ടാകുന്നത്. ഫ്ലവറിങ് നടന്ന് ഫ്രൂട്ട് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതോടുകൂടി നശിച്ചു പോകും, പിന്നെ നെക്സ്റ്റ് ഒരു ഫ്ലവറിങ് ടൈമിലേക്ക് അതുണ്ടാവില്ല. ഓക്കെ, അപ്പം കറക്റ്റ് ആൻസർ ഇസ് ബാംബൂ സ്പീഷീസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓഫ്സെറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ. ഓക്കെ, അപ്പോൾ ഓഫ്സെറ്റ് എന്താണെന്ന് അറിയണം. ഓഫ്സെറ്റ് എന്താണ്? ഒരു വെജിറ്റേറ്റീവ് മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് അല്ലേ. എന്താണ്? ഇറ്റ് ഈസ് എ സിംഗിൾ നോഡാണ്. ഇറ്റ് ഈസ് എ സിംഗിൾ നോഡ്, സിംഗിൾ ഇൻ്റർനോഡ്. ഒരു സിംഗിൾ ഇൻ്റർനോഡാണ് നമ്മളുടെ ഓഫ്സെറ്റ് അല്ലേ. ആരിൽ കാണുന്നുണ്ട്? ഐക്കോർണിയ പ്ലാന്റിൽ അല്ലേ, വാട്ടർ ഹയാസിന്തിൽ കാണുന്നുണ്ട്. ഒരു ഇൻ്റർനോഡ് ഉണ്ടാവും, അതിൻ്റെ നോഡ്സിൽ എന്തുണ്ടാവും? ടഫ് ഓഫ് ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ വരും അല്ലേ. ഈ ഒരു സിംഗിൾ ഇൻ്റർനോഡിനെയാണ് നമ്മൾ ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. ഈ ഓഫ്സെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ എ പാർത്തനോകാർപ്പിയിലൂടെയാണോ, ഓപ്ഷൻ ബി മൈറ്റോട്ടിക് ഡിവിഷൻ ആണോ, ഓപ്ഷൻ സി മിയോട്ടിക് ഡിവിഷൻ, ഓപ്ഷൻ ഡി പാർത്തനോജെനിസിസ്. ഇതിലേതാണ് ഓഫ്സെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഓക്കെ, ഏതാണ്? ഇറ്റ് ഈസ് ബൈ ഓപ്ഷൻ ബി മൈറ്റോട്ടിക് ഡിവിഷൻ. മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ടാണ് നമ്മളുടെ ഓഫ്സെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നോട്ട് ബൈ പാർത്തനോകാർപ്പി, നോട്ട് ബൈ മിയോട്ടിക് ഡിവിഷൻ ആൻഡ് നോട്ട് ബൈ പാർത്തനോജെനിസിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the morphological nature of the edible part of coconut is. അപ്പോൾ നമ്മളെല്ലാവരും കോക്കനട്ട് കഴിക്കാറുണ്ട് അല്ലേ. അതിൻ്റെ ആ ഒരു വെള്ള പോർഷൻ നമ്മൾ കഴിക്കാറുണ്ട് അല്ലേ, നമ്മൾ പല യൂസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു കോക്കനട്ടിൻ്റെ എഡിബിൾ പാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ കോട്ടിലിഡൻ ആണോ, അതിൻ്റെ എൻഡോസ്പേം ആണോ, അതിൻ്റെ പെരികാർപ്പാണോ, പെരിസ്പേം ആണോ? ഇതിലേതാണ് നമ്മളുടെ കോക്കനട്ടിൻ്റെ എഡിബിൾ പാർട്ട് എന്നാണ് ക്വസ്റ്റ്യൻ. മെയ് 2017 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പെട്ടെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. നമ്മളെല്ലാവരും കഴിക്കുന്നത്, നമ്മൾ ഡെയിലി കാണുന്നതാണല്ലേ നമ്മളുടെ ലൈഫ് ടൈമിൽ. ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് എൻഡോസ്പേം. എൻഡോസ്പേം ആണ് കറക്റ്റ് ആൻസർ. എൻഡോസ്പേം ആണ് നമ്മൾ കഴിക്കുന്ന ആ ഒരു വൈറ്റ് പോർഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ദ കോട്ടിലിഡൻ. കോട്ടിലിഡൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ഔട്ടർ കവറിങ് ആണ്. നോട്ട് ദ പെരികാർപ്പ്. പെരികാർപ്പ് ഓവറി വാൾ ആണ്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ദി പെരിസ്പേം. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, എൻഡോസ്പേം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which one of the following statement is not correct? ഓക്കെ, ഇതിൽ കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓപ്ഷൻ എ, ഓഫ്സ്പ്രിങ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആർ കോൾഡ് ക്ലോൺസ്. എസെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓഫ്സ്പ്രിങ്സിനെ നമ്മൾ പറയുന്നത് ക്ലോൺസ് ആണെന്നാണ് ഓപ്ഷൻ എ. ഓപ്ഷൻ ബി, മൈക്രോസ്കോപ്പിക് മോട്ടൈൽ എസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആർ കോൾഡ് zoospores. Option C, in potato, banana and ginger, the plantlets are arised from the internode present in the modified stem. Option D, water hyacinth growing in the standing water drains oxygen from that leads to the death of what fishes. ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, അതായത് കറക്റ്റ് അല്ലാത്തത്? ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. റെഡി? അപ്പോൾ നല്ലപോലെ വായിച്ചു നോക്കുക. കാണുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയ ക്ലൂ കിട്ടും അല്ലേ. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടിയാണിത്. ജൂലൈ 2016 പ്രീവിയസ് ഇയർ ആണ് കേട്ടോ. അതിൽ നീറ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? വല്ല ഐഡിയയും കിട്ടിയോ? കിട്ടിയോ എല്ലാവർക്കും? കിട്ടിയതാണെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ആൻസർ എഴുതിയിട്ട് വേണം ഇത് കാണാനായിട്ടോ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്. കാരണം പൊട്ടേറ്റോയിലും ബനാനയിലും ജിഞ്ചറിലും പ്ലാന്റ്ലെറ്റ്സ് അറൈസ് ചെയ്യുന്നത് ഇൻ്റർനോഡിൽ നിന്നാണ് എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ്. ആണോ? അല്ല. കാരണം പൊട്ടേറ്റോയിൽ എന്താണ്, നോഡിലുള്ള ബഡ്സിലൂടെയാണ്
ട്യൂബറിൻ്റെ ബഡ്സിലൂടെയാണ് പൊട്ടറ്റോയിൽ എന്തുണ്ടാവുന്നത്, പുതിയ പ്ലാന്റ്ലെറ്റ്സ് ഉണ്ടാവുന്നത്. ആൻഡ് ബനാനയിൽ എന്താണ്, ബനാനയിലും ജിഞ്ചറിലും ഒക്കെ ഫ്രം റൈസോമിലൂടെയാണ്, നോട്ട് ഫ്രം ദി ഇന്റർനോഡ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ദെൻ എ എന്താണ്, ഓഫ്സ്പ്രിങ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സെക്ഷൽ റീപ്രൊഡക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്ലോൺസ് എന്ന് പറയുന്നത് അല്ലേ. ക്ലോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അവരുടെ ഓഫ്സ്പ്രിങ്സ് ആ മോർഫോളജിക്കലി, ഫിസിയോളജിക്കലി, ജനറ്റിക്കലി വിൽ ബി ഈക്വൽ ടു ദിയർ പാരൻറ്റ് അല്ലേ. നമ്മുടെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എന്നൊക്കെ പറയും. കാരണം എന്താണ്, അവിടെ വേരിയേഷൻ ഉണ്ടാവുന്നില്ല, റീകോമ്പിനേഷൻ ഉണ്ടാവുന്നില്ല. എന്താണ്, ഓഫ്സ്പ്രിങ്സ് ഐഡൻറ്റിക്കൽ ആയിരിക്കും, ഓഫ്സ്പ്രിങ്സ് ഐഡൻറ്റിക്കൽ ടു ദിയർ പാരൻസ്. അതാണ് നമ്മളുടെ ക്ലോൺസ്. ദെൻ ഓപ്ഷൻ ബി എന്താണ്, മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള മോട്ടൈൽ എസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സൂസ്പോസ് എന്ന് പറയുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ദെൻ വാട്ടർ ഹയാസിൻ ഗ്രോയിങ് ഇൻ ദ സ്റ്റാൻഡിങ് വാട്ടർ ഡ്രെയിൻസ് ഓക്സിജൻ ഫ്രം വാട്ടർ അല്ലേ. നമുക്കറിയാം ഈ വാട്ടർ ഹയാസിൻത് നല്ല സ്പ്ലെൻഡഡ് ആയിട്ട് വളരും വാട്ടർ ബോഡിയിൽ. അപ്പോൾ അത് എന്തുകൂടെ ചെയ്യും, ആ വാട്ടർ ബോഡിയിൽ നിന്ന് നിറയെ ഓക്സിജൻ അങ്ങോട്ട് ഡ്രെയിൻ ചെയ്തെടുക്കും. അതുകൊണ്ടാണ് ഇതിന് എന്ത് പറയുന്നത്, ടെറർ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള ആ വാട്ടർ ബോഡീസിൽ വളരുന്ന ഫിഷസിനൊന്നും വേണ്ട ഓക്സിജൻ കിട്ടില്ല അല്ലേ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഇതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് കോളം 1 വിത്ത് കോളം 2 ആൻഡ് സെലക്ട് കറക്റ്റ് ഓപ്ഷൻ യൂസിങ് ദ കോഡ്സ് ഗിവൻ ബിലോ. ആദ്യം നിങ്ങളിത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുക. അങ്ങനെ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു കോഡ് കിട്ടും, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇത് നിങ്ങൾ നോക്കി കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ ആദ്യം കറക്റ്റായിട്ടൊന്ന് മാച്ച് ചെയ്യുക എല്ലാവരും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തൽക്കാലം വീഡിയോ പാസ് ചെയ്യുക, എന്നിട്ട് ഇതെല്ലാം ഒന്ന് എഴുതിയെടുക്കുക. നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതിയെടുത്തിട്ട് മാച്ച് ചെയ്തതിന് ശേഷം ഈ കോഡ് നോക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ ഈ കോഡ് എഴുതി വെക്കുക. എന്നിട്ട് അത് ശരിയാണോ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ പോസ് ചെയ്തിട്ട് വേണേൽ ചെയ്യാൻ. ഞാനിപ്പോൾ ചെയ്യാം. പിസ്റ്റൽസ് ഫ്യൂസ്ഡ് ടുഗെദർ. പിസ്റ്റൽസ് ഒരുമിച്ച് ഫ്യൂസ് ചെയ്ത് നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിൻകാർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫോർമേഷൻ ഓഫ് ഗ്യാമേറ്റ്സ്. ഗ്യാമേറ്റ്സിൻ്റെ ഫോർമേഷൻ നടക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഗ്യാമെറ്റോജെനിസിസ്. ദെൻ ഹൈഫേ ഓഫ് ഹയർ ആസ്കോമൈസെറ്റ്സ്. എന്താണ്, ആസ്കോമൈസെറ്റ്സിൻ്റെയും ബെസിഡിയോമൈസെറ്റ്സിൻ്റെയും ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് ഡൈകാരിയോട്ടിക് ഫേസ്. ഓക്കെ, ദെൻ യൂണിസെക്ഷൽ ഫീമെയിൽ ഫ്ലവർ. യൂണിസെക്ഷൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പ്ലാന്റിൽ ഒരു സെക്സ് ഓർഗൻ മാത്രമേ ഉണ്ടാവുള്ളൂ. യൂണിസെക്ഷൽ ഫീമെയിൽ ഫ്ലവർ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് പിസ്റ്റിലേറ്റ് ഫ്ലവർ. പിസ്റ്റിലാണ് ഫീമെയിൽസിൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ ഒരു കോഡ് കിട്ടി. എന്താണ്, 1 എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, 2 എന്ന് പറയുന്നത് 1 ആണ്. 3 എന്ന് പറയുന്നത് ഇതാണ്, 3 എന്ന് പറയുന്നത് 4 ആണ്. ദെൻ 4 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 2. ഇതാണ് എൻ്റെ കോഡ്. അപ്പോൾ ഇത് ഏതാണ് നോക്കട്ടെ, 1 3. 1 3 ആയിട്ട് വരുന്ന ആകെ ഒരു ഒറ്റ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പം നല്ല ഈസി ആയല്ലോ. ഓപ്ഷൻ ഡി ഇസ് ദി കറക്റ്റ് ആൻസർ. 1 3 വരുന്നത് ഒറ്റ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അധികം കൺഫ്യൂസ് ചെയ്യാണ്ട് തന്നെ അവർ ആൻസർ തന്നിട്ടുണ്ട്. ഓക്കെ, 3 4 4 2. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെയാണല്ലോ കിട്ടിയിട്ടുണ്ടാവുക അല്ല. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പം, കോഡ് ചൂസ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ വരുമ്പം ബെറ്റർ നിങ്ങളിങ്ങനെ മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുപിടിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിപ്പോൾ. റെഡി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which one of the following generate new genetic combination leading to variation? ഓക്കെ, ഇതിൽ ഏതാണ് പുതിയ ജനറ്റിക് കോമ്പിനേഷൻസ് ഉണ്ടാക്കുന്നത്, അത് പിന്നെ വേരിയേഷനിലോട്ട് ലീഡ് ചെയ്യുന്നത് ഇതിലേത് പ്രോസസ്സാണ്? വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആണോ, പാർത്തനോജെനിസിസ് ആണോ, സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണോ, ന്യൂസെല്ലാർ പോലി എംബ്രിയോണി ആണോ? ഇതിലേത് പ്രോസസ്സ് നടന്നു കഴിയുമ്പോഴാണ് അവിടെ ജനറ്റിക് റീകോമ്പിനേഷൻ നടന്ന് പിന്നെ വേരിയേഷൻ ഉണ്ടാവാനുള്ളൊരു ചാൻസ് നിങ്ങൾ കാണുന്നത്? ഓക്കെ, ഏതാണ്, അധികം ആലോചിക്കാണ്ട് തന്നെ നമുക്ക് കിട്ടും. ഇറ്റ് ഈസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലേ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് 2 ഗ്യാമേറ്റ്സിൻ്റെ ഫ്യൂഷൻ നടക്കുന്നത്. അവിടെയാണ് ജനറ്റിക് റീകോമ്പിനേഷൻ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് നമ്മളൊന്നും നമ്മളുടെ പാരൻസിൻ്റെ ഐഡൻറ്റിക്കൽ കോപ്പീസ് ആയിട്ട് മാറാത്തത്. നമ്മളുടെ അച്ഛനും അമ്മനെയും പകർത്തി വെച്ച പോലെ അല്ലല്ലോ നമ്മളുള്ളത്. അവരെ പോലെയാണ്, പക്ഷെ അവരിൽ നിന്ന് എന്തൊക്കെയോ ഡിഫറൻസസും ഉണ്ട് അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അത് എന്തുകൊണ്ടാണ് അങ്ങനെ, ജനറ്റിക് റീകോമ്പിനേഷൻ നടന്നതുകൊണ്ടാണ്. അത് സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ
ഫീച്ചറാണ്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടന്ന ഒരിക്കലും റീകോമ്പിനേഷൻ ഉണ്ടാവില്ല. അവിടെ ഉണ്ടാവുന്നത് ഫോട്ടോസ്റ്റാറ്റ് കോപ്പീസ് ആണ്. അതായത് പാരന്റ് എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെ ഫിസിയോളജിക്കലി, മോർഫോളജിക്കലി, ജെനറ്റിക്കലി ദേ വിൽ ബി ഐഡൻറ്റിക്കൽ. അതാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനിൽ ഉണ്ടാവുക. ദെൻ പാർത്തനോജെനസിസിലോ അവിടെ ഫെർട്ടിലൈസേഷനേ നടക്കുന്നില്ല അല്ലേ. എഗ്ഗ് ഡെവലപ്പ് ഇൻ ടു എംബ്രിയോ ആണ്. എഗ്ഗ് ഡെവലപ്പ് ഇൻ ടു എംബ്രിയോ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. അതിനെയാണ് നമ്മൾ പാർത്തനോജെനസിസ് എന്ന് പറയുന്നത്. ദെൻ ന്യൂസെല്ല പോളി എംബ്രിയോണിയം അല്ല, അവിടെ എന്താണ് ഒരുപാട് എംബ്രിയോസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ദെൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇസ് ദി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിയോസിസ് ടേക്സ് പ്ലേസ് ഇൻ. ഇതിലേതിലാണ് മിയോസിസ് നടക്കുന്നത്? ഓക്കെ, ഓപ്ഷൻ എ ജെമ്യൂൾ, ഓപ്ഷൻ ബി മെഗാസ്പോർ, ഓപ്ഷൻ സി മിയോസൈറ്റ്, ഓപ്ഷൻ ഡി കൊണീഡിയ. ഇതിലേതിലാണ് മിയോസിസ് ടേക്സ് പ്ലേസ്? മിയോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് റിഡക്ഷൻ ഡിവിഷൻ അല്ലേ. ക്രോമസോം നമ്പർ ഹാപ്ലോയിഡ് ആയിട്ട് മാറുന്ന 2n ഉള്ളത് n ആയിട്ട് മാറുന്ന ആ ഒരു പ്രോസസ്സാണ് ഇത് നമ്മളുടെ മിയോസിസ്. ഇത് ഏതിലാണ് മിയോസിസ് നടക്കുന്നത്? ഓക്കെ, കിട്ടിയോ? ജെമ്യൂൾ ആണോ വരിക? അല്ല, ജെമ്യൂൾ എന്താണ്? ഇറ്റ് ഇസ് എസെക്ഷൽ സ്പോർസ് ആണ് ജെമ്യൂളിൻ്റെ ഉള്ളിലുണ്ടാവുക. ദെൻ കൊണീഡിയ ആണോ? കൊണീഡിയ അല്ല, കൊണീഡിയം എന്താണ്? എസെക്ഷൽ സ്പോർസ് ആണ്. ദെൻ മെഗാസ്പോറും ഉണ്ട്, മിയോസൈറ്റും ഉണ്ട് അല്ലേ. മെഗാസ്പോർ എന്ന് പറയുന്നത് മെഗാസ്പോർ മദർ സെല്ലിന് റിഡക്ഷൻ ഡിവിഷൻ നടന്നതിന് ശേഷം ഉണ്ടാകുന്ന ഒരു സ്ട്രക്ചറാണ് മെഗാസ്പോർ. ആൻഡ് ദി ആൻസർ ഇസ് ഓപ്ഷൻ സി, ദാറ്റ് ഇസ് മിയോസൈറ്റ്. ഓക്കെ, മിയോസൈറ്റിക് സെൽസിന് റിഡക്ഷൻ നടന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? സ്പോർസ് ഉണ്ടാവുന്നത്. ആൻഡ് ഇവിടെയാണ് എന്ത് നടക്കുന്നത്? മിയോസിസ് അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ നിങ്ങൾ റോങ് ആയിട്ടുള്ള തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ചൂസ് ചെയ്യേണ്ടത്. ഓപ്ഷൻ എ, ഐസോഗാമേറ്റ്സ് ആർ സിമിലർ ഇൻ സ്ട്രക്ചർ, ഫംഗ്ഷൻ ആൻഡ് ബിഹേവിയർ. ഓക്കെ, ഐസോഗാമേറ്റ്സ് ആണ്. ഐസോഗാമേറ്റ്സ് സിമിലർ ഇൻ സ്ട്രക്ചർ, ബിഹേവിയർ ആൻഡ് ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. ഓപ്ഷൻ ബി, അനൈസോഗാമേറ്റ്സ് ഡിഫർ ഐദർ ഇൻ സ്ട്രക്ചർ, ഫംഗ്ഷൻ ഓർ ബിഹേവിയർ. Option C, in oocytes, female gamete is smaller and motile, while male gamete is larger and non-motile. Option D, Chlamydomonas exhibit both its isogamy and anisogamy and fucus show oogamy. ഇതിലേതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? അപ്പം 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ശരിയാണ്, ഒരൊറ്റ സ്റ്റേറ്റ്മെൻ്റ് ആണ് അതിൽ തെറ്റായിട്ടുള്ളത്. നിങ്ങൾ അതാണ് ചൂസ് ചെയ്യേണ്ടത്. റെഡി? എല്ലാവരും ഒന്ന് നോക്കി നോക്കൂ. നന്നായിട്ട് വായിച്ചാൽ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ആൻസറാണ്. ഓരോ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോഴും അതിൻ്റെ ഫീച്ചേഴ്സ് കറക്റ്റ് അറിയാമെങ്കിൽ ഒരു പ്രശ്നവും. ദെൻ നോക്കൂ, ഓപ്ഷൻ എ എന്താ പറഞ്ഞിരിക്കുന്നത്? ഐസോഗ്യാമി അല്ലേ. ഐസോഗ്യാമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മോർഫോളജിക്കലി, ഫിസിയോളജിക്കലി, ഫങ്ഷണലി സിമിലർ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് അല്ലേ. ഇങ്ങനെ 2 ഗ്യാമേറ്റ്സിൻ്റെ ഫ്യൂഷനെയാണ് നമ്മൾ ഐസോഗ്യാമസ് എന്ന് പറയുന്നത്. ഇത് ശരിയാണ് അല്ലേ. ആൻഡ് ഐസോഗ്യാമേറ്റ്സ് ഡിഫർ ഐദർ ഇൻ സ്ട്രക്ചർ, ഫങ്ഷൻ ആൻഡ് ബിഹേവിയർ. ഏതെങ്കിലും ഒന്നിൽ എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. ഒന്നെങ്കിലും അവർ സ്ട്രക്ചറിലായിരിക്കും, ഒന്ന് ലാർജും ഒന്ന് സ്മോളർ ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഫങ്ഷനിലായിരിക്കും. ഒന്നിന് മോർട്ടാലിറ്റി ഉണ്ടാകും, മറ്റേതിന് ഉണ്ടാവില്ല. അങ്ങനെ ഏതെങ്കിലും ഒന്നിൽ ഡിഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻ ഐസോഗ്യാമസ് എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. നമ്മൾ ചൂസ് ചെയ്യേണ്ട എന്താണ്? റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ oocytes in female gamete is smaller and motile. നിങ്ങൾ ശ്രദ്ധിച്ചോ? സ്മോളർ ആൻഡ് മോട്ടൈൽ ആരാണെന്നാ പറഞ്ഞേ? ഫീമെയിൽ ഗ്യാമേറ്റ്സ് അല്ല. കാരണം എന്തുകൊണ്ടാ? ഊഗ്യാമി എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് എങ്ങനെയാ? ഫീമെയിൽ ഗ്യാമേറ്റ് ലാർജും ഫീമെയിൽ ഗ്യാമേറ്റ് ലാർജും നോൺ മോട്ടൈലും ആയിരിക്കും ഊഗ്യാമിയിൽ അല്ലേ. മെയിൽ ഗ്യാമേറ്റ് എന്ന് പറയുന്നത് സ്മോളും മോട്ടൈലുമായിരിക്കും. മൂവ്മെൻറ്റ് ഉണ്ടാവും, അവർക്ക് ഫ്ലാജെല്ല ഉണ്ടാകും. ഇവരുടെ ഫ്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഊഗ്യാമി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? ഓപ്ഷൻ സി നോക്കൂ. ഇനി oocytes ഫീമെയിൽ ഗ്യാമേറ്റ് സ്മോളറും മോട്ടൈലും ആണെന്നാണ് പറഞ്ഞത്. അത് തെറ്റല്ലേ? ആണ്. കാരണം ഫീമെയിൽ ഗ്യാമേറ്റ്സ് ലാർജും നോൺ മോട്ടൈലും ആണ്. ദെൻ മെയിൽ ഗ്യാമേറ്റ് ലാർജും നോൺ മോട്ടൈൽ. ആ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ അവർ തിരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദിസ് ഇസ് ദി റോങ് സ്റ്റേറ്റ്മെൻറ്റ്. സോ അവർ ആൻസർ ഇസ് ഓപ്ഷൻ സി. ഓക്കെ. ദെൻ ക്ലാമിഡോമോണസ് എക്സിബിറ്റ് ബോത്ത് ഐസോഗ്യാമി ആൻഡ് ഐസോഗ്യാമി കാണിക്കുന്നുണ്ട്.
ആൻഡ് ഫ്യൂക്കസ് ഊഗ്യാമയാണ് കാണിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ നമ്മളോട് ചൂസ് ചെയ്യാൻ പറഞ്ഞ റോങ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് വായിച്ചു കഴിഞ്ഞാൽ അതിന് മുമ്പ് നിങ്ങൾക്ക് എന്തറിയണം? ഊഗ്യാമി എന്താണെന്ന് അറിയണം, ഐസോഗ്യാമി എന്താണെന്ന് അറിയണം, ഐസോഗ്യാമി എന്താണെന്ന് അറിയണം. എന്നാൽ മാത്രമേ നമുക്കത് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Product of sexual reproduction generally generates. ഓക്കെ, സെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവരുടെ പ്രോഡക്ട്സ്: ന്യൂ ജനറ്റിക് കോമ്പിനേഷൻ ലീഡിങ് ടു വേരിയേഷൻ, ലാർജ് ബയോമാസ്, ലോങ്ങർ വയബിലിറ്റി ഓഫ് സീഡ്സ്, പ്രൊലോങ്ഡ് ഡോർമൻസി. ഇതിൽ എന്ത് പ്രൊഡക്റ്റാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്? ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 2013 ചോദിച്ചിട്ടുള്ള നീറ്റിൻ്റെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഏതാണ്? നമുക്കറിയാം സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുമ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടാവുന്നുണ്ട്? അവിടെ ജനറ്റിക് റീകോമ്പിനേഷൻ ഉണ്ടാവുന്നുണ്ട്, വേരിയേഷൻ ഉണ്ടാവുന്നുണ്ട് അല്ലേ? ഇപ്പം ഇങ്ങനെ വേരിയേഷൻ ഉണ്ടായി മാറ്റങ്ങൾ വന്ന് ഓരോന്നിലും പുതിയ റീകോമ്പിനേഷൻ നടന്നിട്ടാണ്. അപ്പോൾ റീകോമ്പിനേഷൻ നടക്കുമ്പോൾ എന്താ നടക്കുക? നമ്മൾ വേണ്ടാത്ത അത്ര യൂസ്ഫുൾ അല്ലാത്ത ഫീച്ചേഴ്സ് നമ്മളുടെ നേച്ചർ അവോയ്ഡ് ചെയ്യും. അങ്ങനെ പുതിയ എഫക്റ്റീവ് ഫീച്ചേഴ്സാണ് നമ്മൾ ഓരോ ജനറേഷനിലും ഉണ്ടാകുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ നടന്ന് എന്തുണ്ടാവും? എവല്യൂഷൻ ഉണ്ടാകും. ഓക്കെ, അപ്പം ഓപ്ഷൻ എ ഇസ് ദി കറക്റ്റ് ആൻസർ. സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ റിസൾട്ട് ചെയ്യുന്ന എന്താണ്? ജനറ്റിക് റീകോമ്പിനേഷൻ ലീഡിങ് ടു വേരിയേഷൻ. ഓക്കെ, ലാർജർ ബയോമാസ് അല്ല, ലാർജർ ബയോമാസ് ഉണ്ടാക്കാൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ തന്നെ വേണമെന്നില്ല. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനും അസെക്ഷൽ റീപ്രൊഡക്ഷനും ഒക്കെ പറ്റും അല്ലേ? ദെൻ ലോങ്ങർ വയബിലിറ്റി ഓഫ് സീഡ്സ് അതും അല്ല. ഓക്കെ, ദെൻ പ്രൊലോങ്ഡ് ഡോർമൻസിയും അല്ല. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. That is new genetic recombination. A combination leads to variation. Next question. Isogamous condition with non-flagellated gamete is found in. Okay, isogamous condition ആയിട്ടുള്ള non-flagellated ആയിട്ടുള്ള gametes ആരിലാണ് കാണുന്നത്? ഓപ്ഷൻ എ ക്ലാമിഡോമോണസ്, ഓപ്ഷൻ ബി സ്പൈറോഗൈറ, ഓപ്ഷൻ സി വോൾവോക്സ്, ഓപ്ഷൻ ഡി ഫ്യൂക്കസ്. ഓക്കെ, ഇതിൽ ആറിലാണ് ഐസോഗ്യാമസ് ആയിട്ടുള്ള? ഐസോഗ്യാമസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഗാമേറ്റ്സ് സ്ട്രക്ചറലി, ഫങ്ഷണലി, ജനറ്റിക്കലി സിമിലർ ആയിരിക്കും. അങ്ങനെ ആയിട്ടുള്ള നോൺ മോട്ടൈൽ ഗാമേറ്റ്സ് കാണുന്നത് ഇതിൽ ആറിലാണെന്നാണ് ക്വസ്റ്റ്യൻ. ആരിലാണ്? ക്ലമിഡോമോണസ് ആണോ? ക്ലമിഡോമോണസ് അല്ല. കാരണം ക്ലമിഡോമോണസിന് എന്താണ്? ബൈഫ്ലാജലേറ്റഡ് സ്ട്രക്ചർ ആണ്. ഓക്കെ, ദെൻ വോൾവോക്സ് ആണോ? വോൾവോക്സിനല്ല, വോൾവോക്സ് കൊളോണിയൽ ആണ്. ഓക്കെ, ഐസോഗ്യാമസ് അല്ല. ദെൻ ഫ്യൂക്കസ് ആണോ? ഫ്യൂക്കസും അല്ല. The correct answer is Spiroghyra, which is non-motile isogamous gametes ഉള്ളത്. Okay, option B is the correct answer. Next question. Which one of the following is correctly matched? ഇതിൽ ഏതാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം 3 എണ്ണം തെറ്റായിട്ടായിരിക്കും മാച്ച് ചെയ്തിട്ടുണ്ടാവുക. നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഒന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. അനിയൻ, ബൾബ്, ജിഞ്ചർ, സക്കർ, ക്ലമിഡോമോണസ്, കൊനീഡിയ, ഈസ്റ്റ്, സൂസ്പോസ്. ഓക്കെ, അപ്പോൾ അവരുടെ അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് തന്നിരിക്കുന്നത്. ഓരോരുത്തരുടെയും ഓരോ സ്പീഷീസിൻ്റെ, അതായത് ഒനിയൻ്റെ ആയാലും ജിഞ്ചറിൻ്റെയും ക്ലമിഡോമോണസിൻ്റെയും ഈസ്റ്റിൻ്റെ ഒക്കെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. പക്ഷേ ഏതോ ഒന്ന് മാത്രമാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത്. അതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഏതാണ്? അപ്പോൾ നമുക്ക് ഈസ്റ്റ് നോക്കാം അല്ലേ? ഈസ്റ്റിലെ അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്? ഇറ്റ് ഈസ് ബൈ ബഡ്ഡിങ് ആണ്. ബഡ്ഡിങ്ങിലൂടെയാണ് ഈസ്റ്റ് എന്ത് ചെയ്യുന്നത്? റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ? എന്ത് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതൊരു പാരന്റ് ബോഡി ആണെങ്കിൽ അത് ആദ്യം ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ആവും, എന്നിട്ട് ഇവിടെ ഒരു ബഡ് ഉണ്ടാവും. ആ ബഡ് പിന്നെ ഇവിടുന്ന് സെപ്പറേറ്റഡ് ആയിട്ട് പുതിയൊരു ഈസ്റ്റ് ആയിട്ട് മാറും. ദെൻ ക്ലമിഡോമോണസിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്? അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇസ് ബൈ സൂസ്പോസ് ആണ് അല്ലേ? സൂസ്പോസിലൂടെയാണ്. കൊണീഡിയ അല്ല. കൊണീഡിയ ഫഞ്ചിയിൽ കാണുന്ന നോൺ മോട്ടൈൽ ആയിട്ടുള്ള സ്പോസ് ആണ്. ഫഞ്ചിയിൽ കാണുന്ന നോൺ മോട്ടൈൽ സ്പോസ് ആണ്. പെനിസിലിയത്തിലാണ് കൊണീഡിയ കാണുന്നത്. പെനിസിലിയം നൊട്ടേറ്റത്തിലൊക്കെയാണ് നമ്മളുടെ കൊണീഡിയ കാണുന്നത്. ദെൻ ജിഞ്ചറിൽ സക്കറാണോ? സക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിലൂടെ അല്ലേ, ത്രൂ വെജിറ്റേറ്റീവിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സക്കർ. നമ്മുടെ ക്രൈസാന്തിമം ഒക്കെ എന്താണ്? സക്കറാണ്.
ഓക്കെ. ദെൻ ജിഞ്ചർ ഏതാണ്? ജിഞ്ചർ ഇസ് ബൈ റൈസോം ആണ്. അപ്പം ഇതും തെറ്റാണ്. ആൻഡ് അനിയൻ ബൾബല്ലേ, നമ്മൾ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിലൂടെയാണ്. അനിയൻ അങ്ങനെ തന്നെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ എന്ത് വരും? കുഞ്ഞു കുഞ്ഞു ബഡ്സ് വരും അല്ലേ? ദാറ്റ് ഈസ് ദി കറക്റ്റ് ആൻസർ, ഓപ്ഷൻ എ. അനിയൻ ബൾബ് വഴിയായിട്ടാണ് വെജിറ്റേറ്റീവ്ലി അല്ലെങ്കിൽ അസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇത് മൂന്നും തെറ്റാണ്. ഓപ്ഷൻ എ ഇസ് ദി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് നോട്ട് ട്രൂ? ഇതിൽ ഏതോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ടാണുള്ളത്, അതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ബാക്കി 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ശരിയായിരിക്കും. അപ്പോൾ ഏതാണ്? അപ്പം നമുക്കറിയാം നമ്മളുടെ പോളൻ ഗ്രെയിൻസ്, ഫ്ലവേഴ്സിലുള്ള ഈ പോളൻ ഗ്രെയിൻസ് ചില ആൾക്കാർ ഇങ്ങനെ ഫ്ലവർ കണ്ട ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ പോകേണ്ട മൂക്കിനോട് അടുപ്പിച്ച് കഴിഞ്ഞാൽ ഈ പോളൻ ഗ്രെയിൻസ് നമ്മൾ ഇൻഹെയിൽ ചെയ്തിട്ട് എന്തുണ്ടാകും? നമുക്ക് അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കും അല്ലേ? ഈ പോളൻ ഗ്രെയിൻസ് ചില ആൾക്കാരിൽ എന്താണ്, അതൊരു ആൻറ്റിജൻ ആയിട്ട് ആക്ട് ചെയ്യും, നമ്മളുടെ ബോഡിയിൽ എന്തുണ്ടാക്കും? റിയാക്ഷൻസ് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ദെൻ ദ ഫ്ലവേഴ്സ് പോളിനേറ്റഡ് ബൈ ഫൈൽസ് ആൻഡ് ബാറ്റ്സ് സെക്രീറ്റ് ഫൗൾ ഓർഡർ. ഓക്കെ, പോളിനേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ചിലവരെന്താണ് അത് നമുക്ക് ഫൗൾ ഓർഡർ ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും അത് അവരെ അട്രാക്ട് ചെയ്യാനുള്ളതായിരിക്കും, ഈ ഫൈൽസിനെയും ബാറ്റ്സിനെയും ഒക്കെ. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ദെൻ എനിക്ക് തോന്നുന്നത് ഫൈൽസ് അല്ല ഫ്ലൈസ് ആണോ എന്ന് ഡൗട്ട് ഉണ്ട് കേട്ടോ. ഓക്കെ, ദെൻ ഓപ്ഷൻ സി, ഹണി ഈസ് മെയ്ഡ് ബൈ ബീസ് ബൈ ഡൈജസ്റ്റിംഗ് ദ പോളൻ കളക്റ്റഡ് ഫ്രം ഫ്ലവേഴ്സ്. ആണോ? നമ്മൾ ഈ ഹണി ഉണ്ടാവുന്നത്, ഈ ഹണി ബീസ് അല്ലേ ഹണി ഉണ്ടാക്കുന്നത്, അത് ഉണ്ടാക്കുന്നത് ഈ പോളൻ ഗ്രെയിൻസ് അവർ ഡൈജസ്റ്റ് ചെയ്തിട്ടാണെന്നാണ് പറയുന്നത്. ആണോ? അല്ല, ദിസ് ഈസ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. കാരണം എന്താണ്, ഈ ഹണി ഉണ്ടാവുന്നത് ഈ പോളൻ ഗ്രെയിൻസിനെ അവരുടെ ഹണി കോമ്പിൽ കൊണ്ടുപോയിട്ട് പല പ്രോസസ്സും ഫാനിങ്ങും പിന്നെ അവരുടെ ആ ഒരു ടെമ്പറേച്ചറും ഒക്കെ കൂടി നടന്നിട്ട് അതിന് കെമിക്കൽ ചേഞ്ചസ് ഉണ്ടായിട്ടാണ് ഹണി ഉണ്ടാവുന്നത്, നോട്ട് ബൈ ഡൈജസ്റ്റിംഗ്. സോ ദിസ് ഇസ് ദി റോങ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ദെൻ ഓപ്ഷൻ ഡി എന്താ പറഞ്ഞിരിക്കുന്നത്? പോളൻ ഗ്രെയിൻസ് ആർ റിച്ച് ഇൻ ന്യൂട്രിയൻസ് ആൻഡ് ദേ യൂസ്ഡ് ആസ് ടാബ്ലറ്റ്സും സിറപ്സും ഒക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അതിൽ നിറയെ എന്താണ്, ന്യൂട്രിയൻസ് ആണുള്ളത്. അപ്പം നമ്മൾ ഇനി വരുന്നൊരു ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കും നമ്മളുടെ ഫുഡ്. കാരണം ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഈ പോളൻ ഗ്രെയിൻസ്. ഇപ്പം തന്നെ നമ്മളത് ടാബ്ലറ്റ് ഫോമിലും സിറപ്പിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ആൻഡ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചൂസ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ സി ഇസ് ദി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following pair does not correctly match? Not correctly match. ഓക്കെ, അപ്പോൾ ഏതോ ഒന്ന് തെറ്റായിട്ടാണ് മാച്ച് ചെയ്തിരിക്കുന്നത്, ബാക്കി 3 എണ്ണം കറക്റ്റായിട്ടാണ്. അപ്പോൾ ആ തെറ്റായിട്ടുള്ളതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ തന്നിട്ടുണ്ട്, അതിന് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ ഓഫ്സെറ്റ് വാട്ടർ ഹയാസിന്ത്, ഓപ്ഷൻ ബി റൈസോം ബനാന, ഓപ്ഷൻ സി ബൈനറി ഫിഷൻ സർഗാസം, ഓപ്ഷൻ ഡി കൊനീഡിയ പെനിസിലിയം. ഇതിലേതാണ് റോങ് ആയിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത്? ഏതാണ്? എല്ലാവർക്കും കിട്ടിയോ? ഓഫ്സെറ്റ് വാട്ടർ ഹയാസിന്ത് ശരിയാണല്ലേ? കാരണം വാട്ടർ ഹയാസിന്തിൻ്റെ സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഓഫ്സെറ്റ് ആണ്. ദെൻ റൈസോം ബനാന ശരിയാണല്ലേ? നമ്മൾ ബനാനയുടെ ഒരു എന്താ പറയുക, അതിന് കന്ന് എന്ന് പറയും. ആ സാധനം കുഴിച്ചിട്ടിട്ടാണ് റൈസോം അല്ലേ? ഇതിൻ്റെ അകത്തുള്ള നോഡിൽ നിന്നാണ് പുതിയ സ്പീഷീസ് വരുന്നത്. ആൻഡ് ദിസ് ഇസ് ദ കറക്റ്റ്. ദെൻ ബൈനറി ഫിഷൻ സർഗാസം ആണോ? സർഗാസം എന്ന് പറയുന്നത് ഒരു ബ്രൗൺ ആൽഗിയാണ്. അവിടെ ബൈനറി ഫിഷൻ അല്ല നടക്കുന്നത്. ഓക്കെ, ബൈനറി ഫിഷൻ ആരയിലാണ് നടക്കുന്നത്? നമ്മളുടെ അമീബ അതേപോലെ പാരമീഷ്യത്തിലൊക്കെയാണ് എന്ത് നടക്കുന്നത്? ബൈനറി ഫിഷൻ നടക്കുന്നത്. അപ്പം ഇതാണ് തെറ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മളോട് ചൂസ് ചെയ്യാൻ പറഞ്ഞത്. ദാറ്റ് ഇസ് ഓപ്ഷൻ സി. കൊണീഡി എന്താണ്? പെനിസിലിയം. ഇത് കറക്റ്റാണ്. ഓപ്ഷൻ സി ഈസ് ഇൻകറക്ട്ലി മാച്ച്ഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which one of the following shows isogamy with non-flagellated gametes? ഓക്കെ, ഐസോഗാമി കാണിക്കുന്ന നോൺ ഫ്ലാജലേറ്റഡ് ഗാമേറ്റ്സ് ഉള്ളത് ഇതിലെ ആരാണ്? നോൺ ഫ്ലാജലേറ്റഡ് ആണ്. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കുറച്ച് മുന്നേ ചെയ്തിരുന്നു. സെയിം ക്വസ്റ്റ്യൻ തന്നെ ചെയ്തിരുന്നു. ഐസോഗാമി ആണ്, നോൺ ഫ്ലാജലേറ്റഡ് ആണ്. ആരിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? സർഗാസം, എക്ടോകാർപ്പസ്, ലോത്രിക്സ്, സ്പൈറോഗൈറ. ആരിലാണ് ഇതിൽ ഐസോഗാമിയും നോൺ ഫ്ലാജലേറ്റഡ് ആയിട്ടുള്ള ഗാമേറ്റ്സ് ഉള്ളത്? കിട്ടിയോ അല്ലേ? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, സ്പൈറോഗൈറ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സ്പൈറോഗൈറയിൽ എന്താണ്? നോൺ ഫ്ലാജലേറ്റഡ് ആണ്. ഐസോഗ്യാമസ് ആണ്.
സർഗാസവും എക്ടോകാർപ്പസും ബ്രൗൺ ആൽഗിയാണ്. അവർക്ക് എന്താണ്? അവർക്കും ഫ്ലാജെല്ലേറ്റഡ് ആണ്, നോൺ ഫ്ലാജെല്ലേറ്റഡ് അല്ല. ദെൻ ലോത്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഫിലമെന്റസ് ആൽഗിയാണ്. അതും എന്താണ്? ഫ്ലാജെല്ലേറ്റഡ് ആണ്. ദെൻ ഫ്ലാജെല്ലേറ്റഡ് അല്ല അവർ, പക്ഷേ ഐസോഗ്യാമസ് കണ്ടീഷൻ അല്ല. ആൻഡ് ദിസ് ഇസ് ദി കറക്റ്റ് ആൻസർ, ദാറ്റ് ഇസ് ഓപ്ഷൻ ഡി, സ്പൈറോഗൈറ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഐസ് ഓഫ് ദ പൊട്ടാറ്റോ ട്യൂബർ ആർ. നമ്മൾ പൊട്ടാറ്റോ ട്യൂബറിലെ ഐസ് എന്ന് പറയുന്നത് ഇതിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ പൊട്ടാറ്റോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു നോട്ട്സ് കാണാം അല്ലേ? ഇതിൽ ആ ഐസ് ഓഫ് ദ പൊട്ടാറ്റോ ട്യൂബർ എന്ന് പറയുന്നത് ഏതാണ്? റൂട്ട് ബഡ്സ് ആണോ, ഫ്ലവർ ബഡ്സ് ആണോ, ഷൂട്ട് ബഡ്സ് ആണോ, ആക്സിലറി ബഡ്സ് ആണോ? ഇതിൽ ഏതാണ് ഐസ് ഓഫ് ദ പൊട്ടാറ്റോ? റൂട്ട് ബഡ്സ് ആണോ അത്? അല്ല, അതൊന്നും റൂട്ട്സ് അല്ല വരുന്നത്. അത് റൂട്ട് ഉണ്ടാക്കാനുള്ള ബഡ്സ് അല്ല, ഫ്ലവർ ബഡ്സ് അല്ല, ഷൂട്ട് ബഡ്സ് അല്ല. ഇറ്റ് ഈസ് ദി ആക്സിലറി ബഡ്സ്. ഈ ആക്സിലറി ബഡിൽ നിന്നാണ് എന്ത് വരുന്നത്? നമ്മളുടെ പുതിയ സ്പീഷീസ്, പുതിയ പൊട്ടാറ്റോയുടെ പ്ലാന്റ് വരുന്നത്. ആൻഡ് ദി ആൻസർ ഇസ് ആക്സിലറി ബഡ്, ദാറ്റ് ഇസ് ഓപ്ഷൻ D. Next question. Vegetative propagation in Pistia occurs by. Okay, പിസ്റ്റിയയിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടക്കുന്നത് എന്ത് വഴിയായിട്ടാണ്? ഓപ്ഷൻ എ സ്റ്റോളൻ, ഓപ്ഷൻ ബി ഓഫ്സെറ്റ്, ഓപ്ഷൻ സി റണ്ണർ, ഓപ്ഷൻ ഡി സക്കർ. ഇതിൽ ഏത് വഴിയായിട്ടാണ് പിസ്റ്റിയയിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടക്കുന്നത്? എങ്ങനെയാണ്? പിസ്റ്റിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വാട്ടർ ലിറ്റ്യൂസ് എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റ് ആണ്, വാട്ടർ ലിറ്റ്യൂസ്. ഇതിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ബൈ ഓഫ്സെറ്റ് ആണ്. അപ്പം അത് നോട്ട് ചെയ്ത് വെക്കുക എല്ലാവരും. ഓഫ്സെറ്റും എന്ന് പറയുന്ന വെജിറ്റേറ്റീവ് മോഡ് ഓഫ് റീപ്രൊഡക്ഷനിലൂടെയാണ് പിസ്റ്റിയ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്റ്റോളൺ അല്ല. സ്റ്റോളൺ എങ്ങനെയാണ്? സോയിലിൽ നിന്ന് എന്ത് വരും? സ്റ്റോളൺ എങ്ങനെയാണ്? സോയിൽ നിന്ന്. ഇതാണ് നമ്മളുടെ സോയിൽ ലെവലെങ്കിൽ ഇവിടുന്ന് കുറച്ച് ഇങ്ങനെ വളർന്നിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ആർച്ച് പോലെ ഫോം ചെയ്തിട്ട് ഇവിടെ എന്ത് വരുന്നത്? എവിടെയാണോ സോയിലിൽ മുട്ടുന്നത് അവിടെ പുതിയ പ്ലാന്റ് വരും. അങ്ങനെയാണ് നമ്മളുടെ സ്റ്റോളൺ. ദെൻ റണ്ണർ എങ്ങനെയാണ്? റണ്ണർ ഇപ്പോൾ സോയിൽ ലെവൽ ഇതാണെങ്കിൽ സോയിലിന് ഇങ്ങനെ പാരലലായിട്ട് പോവും, ഇവിടെ മുട്ടുന്നിടത്ത് പുതിയത് വരും. അങ്ങനെ നമ്മളുടെ കറുകപ്പുല്ല് എന്നൊക്കെ പറയുന്ന സൈനോഡനൊക്കെ ഏതാണ്? ഇറ്റ് ഈസ് ബൈ റണ്ണർ ആണ്. സക്കർ എന്ന് പറയുന്നത് ഇതാണ് സോയിൽ ലെവലെങ്കിൽ, ഇതാണ് പ്ലാന്റ് എങ്കിൽ ഇതിൻ്റെ അണ്ടർഗ്രൗണ്ട് സ്റ്റെം എവിടെയാണോ ഫേവറബിൾ ആയിട്ട് തോന്നുന്നത് അവിടെ പുതിയ പ്ലാന്റ് വരും, ദാറ്റ് ഇസ് സക്കർ. ആൻഡ് ഓഫ്സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സിംഗിൾ ഇന്റർനോഡാണ്. അപ്പം ഓരോ നോഡിലാണ് ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത്. ആൻഡ് ദി സിംഗിൾ ഇന്റർനോഡ് ഇസ് നോൺ ആസ് ഓഫ്സെറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഇൻ മിൻറ്റ് ഒക്കേഴ്സ് ബൈ. ഓക്കെ, മിൻറ്റിൽ എന്ത് മോഡ് ഓഫ് വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ ആണ് നടക്കുന്നത്? ഓഫ്സെറ്റ് ആണോ, റൈസോം ആണോ, റണ്ണർ ആണോ, സക്കർ ആണോ? മിൻറ്റിൽ എന്ത് മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ് നടക്കുന്നത്? എന്ത് മോഡ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ്? ഇറ്റ് ഈസ് ബൈ സക്കർ. സക്കർ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലേ ഉള്ളൂ. അപ്പോൾ ഇതാണ് സോയിൽ ലെവലെങ്കിൽ ഇവിടെ ഒരു പുതിയ പ്ലാന്റ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിലൂടെ എന്ത് ചെയ്യും? സോയിലിന് പാരലലായിട്ട് ഒരു സ്റ്റെം പോവും, അതിന് ഫേവറബിൾ ആയിട്ടുള്ള സ്ഥലത്ത് അത് പുതിയ പ്ലാന്റ് ആയിട്ട് മാറും. ക്രൈസാന്തിമത്തിലും മിൻറ്റിലും ഒക്കെ സക്കറാണ് വെജിറ്റേറ്റീവ് മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. ക്രൈസാന്തിമം, നമ്മുടെ ജമന്തി ഇല്ലേ, ജമന്തിയാണ് ക്രൈസാന്തിമം. അതേപോലെ തന്നെ മിൻറ്റിലും ഈ ഒരു മോഡ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. റണ്ണർ അല്ല, റൈസോം അല്ല, സക്കർ അല്ല. ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി. ഓഫ്സെറ്റ് അല്ല, ഇറ്റ്സ് ഓപ്ഷൻ ഡി, സക്കർ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In which one pair both the plants can be vegetatively propagated by leaf pieces? Okay, leaf pieces വഴി വെജിറ്റേറ്റീവ്ലി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇതിൽ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏത് വഴിയായിട്ടാണ്? ലീഫ് പീസസ് വഴിയായിട്ട്. അതായത് നമുക്കറിയാം ചില പ്ലാന്റ്സിൽ എന്തുണ്ടാവും? ലീഫിൻ്റെ മാർജിനിൽ അഡ്വൻറ്റീഷ്യസ് ബഡ്സ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ ഒരു ലീഫ് പീസ് കിട്ടിക്കഴിഞ്ഞാൽ, ആ ഒരു ബഡുള്ള ലീഫ് പീസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഒരു പുതിയ പ്ലാന്റിന് ഉണ്ടാക്കാം. ആൻഡ് ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് ബ്രയോഫൈലം. ബ്രയോഫൈലത്തിന് നമ്മൾ ഇലമുളച്ചി എന്ന മലയാളത്തിൽ പറയാം.
അല്ല, ലോക്കൽ നെയിം എന്ന് പറയുന്നത് ഇലമുളച്ചി എന്നാണ്. ഇലമുളച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇലയിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്, പുതിയ സ്പീഷീസ് മുളച്ചു വരുന്നത്. അതുകൊണ്ടാണ് അതിന് ഇലമുളച്ചി എന്ന് പറയുന്നത്. അതേപോലെ കാലഞ്ചോയും ലീഫിലൂടെ, ലീഫ് എന്ന് പറയുന്ന സ്ട്രക്ചർ വെജിറ്റേറ്റീവ്ലി യൂസ് ചെയ്ത് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ്. ദെൻ നോട്ട് എഗ്ഗീവ് ബൾബിൽ വഴിയായിട്ടാണ്. നമ്മുടെ ഫ്ലഷി ആയിട്ടുള്ള അഡ്വൻറ്റീഷ്യസ് ബഡ്സ് ആണ് ബൾബിൽ, അതാണ് എഗ്ഗേവ്. ആൻഡ് അസ്പാർഗസ് അല്ല, ബ്രയോഫില്ലം അല്ല. ദെൻ ക്രൈസാന്തിമം നമ്മളിപ്പോൾ പറഞ്ഞു സക്കറാണെന്ന് അല്ലേ. ആൻഡ് ദി ആൻസർ ഇസ് ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് ബ്രയോഫില്ലം ആൻഡ് കാലഞ്ചോ. ഇത് നോട്ട് ചെയ്ത് വെക്കുക. ബ്രയോഫില്ലം ആൻഡ് കാലഞ്ചോ ആണ് വെജിറ്റേറ്റീവ്ലി ലീഫ് പീസ് യൂസ് ചെയ്തിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഈ ലീഫ് പീസ് ഉപയോഗിച്ചിട്ട് വേറെ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളുടെ എഡിയാൻഡം ഒക്കെ. ലീഫ് പീസ് യൂസ് ചെയ്തിട്ടാണ് സെക്ഷുവൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. എഡിയാൻഡം, ബെഗോണിയ, ഇതൊക്കെ ലീഫ് പീസ് യൂസ് ചെയ്ത് വെജിറ്റേറ്റീവ്ലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, ദെൻ ബൾബിൽ യൂസ് ചെയ്ത് വരുന്നതാണ് നമ്മളുടെ എഗേവ് ഒന്ന്. ഇതിനെ സെഞ്ചുറി പ്ലാന്റ് എന്ന് പറയാറുണ്ട്, സെഞ്ചുറി പ്ലാന്റ്. ദെൻ ഓക്സാലിസ്, ഇതൊക്കെ എന്താണ്, ബൾബിൽ വെജിറ്റേറ്റീവ് മോഡ് ഓഫ് റീപ്രൊഡ്യൂസ് യൂസ് ചെയ്തിട്ട്, ആ ഒരു പാർട്ട് യൂസ് ചെയ്തിട്ടുള്ള വെജിറ്റേറ്റീവ് മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ചെയ്യുന്നവരാണ് എഗേവും ഓക്സാലിസും ഒക്കെ. ദെൻ ബ്രയോഫില്ലം, കാലഞ്ചോ, എഡിയാൻഡം, ബെഗോണിയ ഒക്കെ എന്താണ്, ലീഫ് വെജിറ്റേറ്റീവ് മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഈസ് വിവിപാരി ആൻ അൺഡിസൈറബിൾ ക്യാരക്ടർ ഫോർ ആൻ ആനുവൽ ക്രോപ്പ്? ആനുവൽ ക്രോപ്പിന് വിവിപാരി എന്ന് പറയുന്ന കണ്ടീഷൻ അൺഡിസൈറബിൾ ആണെന്ന് പറയാനുള്ള കാരണം എന്താണ്? അപ്പോൾ ആനുവൽ ക്രോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു വർഷത്തിനുള്ളിൽ തന്നെ ആ ഒരു ഫ്ലവറിങ് നടക്കും, ഫ്രൂട്ട് ഉണ്ടാവും, അത് കഴിഞ്ഞോടുകൂടി ആ പ്ലാന്റ് സ്പീഷീസ്, ആ ഒരു ഓർഗാനിസം ഡെഡ് ആവും. പിന്നെ അടുത്തത് വരും, അതെന്താണ്, ഒരു വർഷത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവും, അതിന് ആയുസ് ഒരു വർഷമേ ഉള്ളൂ. ഓക്കെ, അങ്ങനത്തെ ക്രോപ്സ് ആണ് നമ്മളുടെ ആനുവൽ ക്രോപ്സ് എന്ന് പറയുന്നത്. നമ്മളുടെ ടൊമാറ്റോ ഒക്കെ എന്താണ്, ടൊമാറ്റോ ആനുവൽ അല്ല, അത് വളരെ കുറച്ച് കാലമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് ആനുവൽ ക്രോപ്സ്. ദെൻ അതിൻ്റെ കാരണം എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിവിപാരി എന്തുകൊണ്ടാണ് ഈ ആനുവൽ ക്രോപ്സിന് അൺഡിസൈറബിൾ ആവുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇറ്റ് റെഡ്യൂസസ് ദ വിഗർ ഓഫ് ദി പ്ലാന്റ്. ഓപ്ഷൻ ബി, ഇറ്റ് അഡ്വേഴ്സ്ലി എഫക്ട് ദ ഫെർട്ടൈലിറ്റി. And option C, the seeds exhibit longer dormancy. Option D, the seeds cannot be stored under normal condition for the next season. ഓക്കെ, ഇതിൽ ഏത് കണ്ടീഷൻ കൊണ്ടാണ് ആനുവൽ ക്രോപ്സിന് വിവിപാരി എന്ന് പറയുന്ന കണ്ടീഷൻ അൺഡിസൈറബിൾ ആണെന്ന് പറയുന്നത്? അപ്പോൾ വിവിപാരി എങ്ങനെയാണ് പ്ലാന്റ്സിൽ? നമുക്കറിയാം, നമ്മളൊക്കെ എന്താണ്, വിവിപാരസ് ആണ് അല്ലേ. അപ്പോൾ കുഞ്ഞുങ്ങൾ വളർന്ന് അതിൻ്റെ എന്ത് ചെയ്യും, നമ്മളുടെ മദറിൻ്റെ ഫീമെയിൽ ബോഡീൻ്റെ യൂട്രസിൽ തന്നെ നിൽക്കും ഒരു ഗ്രോത്ത് എത്തുന്നത് വരെ അല്ലേ. ഒരു മെച്യൂരിറ്റി അല്ല, ഒരു സർട്ടൺ പീരിയഡ് ഓഫ് ഗ്രോത്ത് വരെ എന്താണ്, ഫീമെയിൽ വോംബിലാണ് എന്തുള്ളത്, ഫീറ്റസ് ഉണ്ടാവുക. അപ്പം അതെന്താണ്, വിവിപാരസ് കണ്ടീഷനാണ്. അപ്പം പ്ലാന്റ്സിൽ വിവിപാരി എന്ന് പറയുമ്പം സീഡ്സ് റീറ്റെയിൻ ഇൻ ദി ഫീമെയിൽ ബോഡി അല്ലേ. ഫീമെയിൽ പ്ലാന്റിൽ അല്ലെങ്കിൽ ഫീമെയിൽ ഫ്ലവറിൽ എന്ത് ചെയ്യും, സീഡ് റിറ്റെയിൻ ചെയ്യും നെക്സ്റ്റ് സീസണിലേക്ക്. അതാണ് വിവിപാരസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. പക്ഷെ ആനുവൽ ക്രോപ്പ് എന്ന് പറയുന്നത് അവരുടെ ആയുസ് എന്ന് പറയുന്നത് എത്രയാണ്, ആകെ ഒരു വർഷം മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞ് അത് തീർന്നു അല്ലേ. അപ്പം ഓപ്ഷൻ ഡി നോക്കൂ നിങ്ങൾ, ദ സീഡ്സ് കനോട്ട് ബി സ്റ്റോർഡ് അണ്ടർ നോർമൽ കണ്ടീഷൻ ഫോർ നെക്സ്റ്റ് സീസൺ അല്ലേ. നെക്സ്റ്റ് സീസണിലേക്ക് അവർ സീഡ്സിനെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ആ ഒരു ഒറ്റ സീസൺ കഴിഞ്ഞ് അവർ ഡെഡായില്ലേ. അപ്പോൾ ഒരു നെക്സ്റ്റ് സീസണിലേക്ക് ആനുവൽ പ്ലാന്റ്സ് ഉണ്ടാവില്ല, ആനുവൽ ക്രോപ്സ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് വിവിപാരി എന്ന് പറയുന്ന കണ്ടീഷൻ ആനുവൽ ക്രോപ്സിന് അൺഡിസൈറബിൾ ആണെന്ന് പറയുന്നത്. ഇപ്പം നമ്മളുടെ പെരിനിയൽ പ്ലാന്റ്സ് ആണെങ്കിൽ, പെരിനിയൽ പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പെരിനിയൽ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ അവരെല്ലാ സീസണിലും എന്തുണ്ടാക്കും, അവർ ഫ്രൂട്ട്സ് ഉണ്ടാക്കും. ഇപ്പം നമ്മളുടെ മാംഗോ, ജാക്ക് ഫ്രൂട്ട് ഒക്കെ എന്താണ്, പെരിനിയൽ പ്ലാന്റ്സ് ആണ്. അവരൊരു സീസണിൽ ഫ്രൂട്ട് ഉണ്ടായി, നെക്സ്റ്റ് സീസണിൽ ഒരു പെർട്ടിക്കുലർ പീരിയഡ് കഴിയുമ്പോൾ അവരെല്ലാം എന്തുണ്ടാവും, ഫ്ലവറിങ് ഉണ്ടാവും. അങ്ങനത്തെ ആൾക്കാരാണ് പെരിനിയൽ ക്രോപ്സ്. അപ്പോൾ പെരിനിയൽ ക്രോപ്സിനാണ് വിവിപാരി എങ്കിൽ കുഴപ്പമില്ല. കാരണം എന്താ, ആ സീഡ് സ്റ്റോർ ചെയ്തു നെക്സ്റ്റ് സീസണിൽ ഉപയോഗിക്കാം അല്ലേ.
പക്ഷേ ആനുവൽ ക്രോപ്പിൽ ഒരു തവണ ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡെഡ് ആവും. അപ്പം സീഡ് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം ഓപ്ഷൻ ഡി ഇസ് ദി കറക്റ്റ് ആൻസർ. എന്തുകൊണ്ടാണ് ആനുവൽ ക്രോപ്പിൽ വിവിപാരി അൺഡിസൈറബിൾ ആണെന്ന് പറയാൻ കാരണം സീഡ്സ് കനോട്ട് ബി സ്റ്റോർഡ് അണ്ടർ നോർമൽ കണ്ടീഷൻ ഫോർ നെക്സ്റ്റ് സീസൺ. അവർക്ക് നെക്സ്റ്റ് സീസൺ ഇല്ല. ഓക്കെ, അതുകൊണ്ടാണ്. ഇതൊന്നുമല്ല. ഓപ്ഷൻ ഡി ഇസ് ദി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In oogamy, fertilization involves. ഓക്കെ, വളരെ സിമ്പിൾ ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ഓഗാമിയിൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് സ്മോൾ നോൺ മോട്ടൈൽ ഫീമെയിൽ ഗാമേറ്റും ലാർജ് മോട്ടൈൽ മെയിൽ ഗാമേറ്റും ആണോ, ലാർജ് നോൺ മോട്ടൈൽ ഫീമെയിൽ ഗാമേറ്റും സ്മോൾ മോട്ടൈൽ മെയിൽ ഗാമേറ്റും ആണോ? ഓപ്ഷൻ സി, ലാർജ് നോൺ മോട്ടൈൽ ഫീമെയിൽ ഗാമേറ്റ് ആൻഡ് എ സ്മോൾ നോൺ മോട്ടൈൽ മെയിൽ ഗാമേറ്റ് ആണോ? ഓപ്ഷൻ ഡി, ലാർജ് മോട്ടൈൽ ഫീമെയിൽ ഗാമേറ്റ് സ്മോൾ മോട്ടൈൽ മെയിൽ ഗാമേറ്റ് ആണോ? ഇതിൽ ഏതാണ് ഊഗാമി എന്ന് പറയുന്ന കണ്ടീഷൻ? ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്നു ഐസോഗ്യാമസ് ഉണ്ടായിരുന്നു, അനൈസോഗ്യാമസ് ഉണ്ടായിരുന്നു, ഊഗാമസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് മൂന്നിനെ നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് അറിയെങ്കിൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഏതായിരുന്നു നമ്മൾ ഊഗാമി പറഞ്ഞത്? ഊഗാമിയിൽ ഫീമെയിൽ ഗാമേറ്റ്. ഓക്കെ, ഫീമെയിൽ ഗാമേറ്റ് എന്ന് പറയുന്നത് ലാർജും നോൺ മോട്ടൈലുമാണ് അല്ലേ? നമ്മളൊക്കെ കേസിൽ എന്താണ്, നമ്മൾ ഊഗാമസ് ആണ്. ലാർജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഗ്ഗ് അങ്ങോട്ട് വലുതൊന്നുമല്ല. മെയിൽ ഗാമേറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ, സ്പേമിനെ കമ്പയർ ചെയ്യുമ്പോൾ ലാർജ് ആണ് അല്ലേ? മെയിൽ ഗാമേറ്റ് എന്താണ്? മെയിൽ ഗാമേറ്റ് എന്ന് പറയുന്നത് സ്മോളും മോട്ടൈലും ആണ് അല്ലേ? അത് ഏതാണ് ഈ ഒരു ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ബി അല്ലേ? നോക്കൂ, ലാർജ് ആൻഡ് മോട്ടൈൽ ഫീമെയിൽ ഗാമേറ്റ്, സ്മോൾ മോട്ടൈൽ മെയിൽ ഗാമേറ്റ് അല്ലേ? അതല്ലേ ഈ ഒരു കണ്ടീഷന് മാച്ച് ആവുന്നത്? സ്മോൾ നോൺ മോട്ടൈൽ ഫീമെയിൽ ഗാമേറ്റ് ആണോ? അല്ല, ഇവിടെ ലാർജ് ആണെങ്കിലേ ഫീമെയിൽ ഗാമേറ്റ് ആവുള്ളൂ. ലാർജ് നോൺ മോട്ടൈൽ ഫീമെയിൽ ഗാമേറ്റ് ശരിയല്ലേ? സ്മോൾ നോൺ മോട്ടൈൽ മെയിൽ ഗാമേറ്റ്, നോൺ മോട്ടൈൽ ആണോ മെയിൽ ഗാമേറ്റ്? അല്ല. ദെൻ ലാർജ് മോട്ടൈൽ ഫീമെയിൽ ഗാമേറ്റ്, ഫീമെയിൽ ഗാമേറ്റ് മോട്ടൈൽ അല്ല. ദെൻ ഓപ്ഷൻ ബി ഇസ് ദി കറക്റ്റ് ആൻസർ. അതായത് ഫീമെയിൽ ഗാമേറ്റ് ലാർജും മോട്ടൈലും, മെയിൽ ഗാമേറ്റ് സ്മോളും മോട്ടൈലും ആയിരിക്കും. ഓക്കെ, ഫീമെയിൽ നോൺ മോട്ടൈലും മെയിൽ ഗാമേറ്റ് മോട്ടൈലുമാണ്. മോട്ടൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മൂവ്മെൻറ്റിനുള്ള കപ്പാസിറ്റി ഉണ്ടോ? ഒന്നെങ്കിൽ അവർക്ക് ഫ്ലാജെല്ല ഉണ്ടാകും, അല്ലെങ്കിൽ അവർക്ക് പാരമീഷ്യത്തിലൊക്കെ ആണെങ്കിൽ സീലിയ ഉണ്ടാകും അല്ലേ? അങ്ങനെ ഏതെങ്കിലും ഒരു മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചർ ഉണ്ടാകും. അതാണ് മോട്ടൈലിറ്റി. മൂവ് ചെയ്യാൻ പറ്റുന്നവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോട്ടൈൽ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇല്ല. അപ്പം ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഒരു 5-6 വർഷങ്ങൾ കൊണ്ട് പ്രീവിയസ് ഇയറിൽ 5-6 ഒരു 2010 ക്വസ്റ്റ്യൻ വരെ ഉണ്ടായിരുന്നു. 10 വർഷത്തെ ഈ ഒരു നമ്മളുടെ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ചാപ്റ്ററിന് ഇത്രയും ഏരിയയിൽ നിന്നാണ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കുറച്ച് ചെറിയ അഡീഷണൽ നോളജ് ഉണ്ടായിരുന്നു. പക്ഷേ NCERT നിങ്ങൾ തെറോ ആക്കുക, എന്നിട്ട് മാത്രം ഇത് അറ്റംപ്റ്റ് ചെയ്യുക. ഓക്കെ, ഹലോ. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മളുടെ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം, നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് അല്ലേ? നമ്മളുടെ പ്ലസ് ടുവിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ വരുന്ന കുറച്ച് MCQs ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു MCQs ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നന്നായിട്ട് നമ്മളുടെ NCERTയിൽ ഈ ഒരു ചാപ്റ്റർ വായിച്ചിരിക്കണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ആരുടെയും കയ്യിലില്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ലപോലെ ആ ചാപ്റ്റർ ഒന്ന് വായിക്കുക. ഓക്കെ, ഓരോ ലൈൻസിലൂടെയും പാസ് ചെയ്ത് വായിക്കുക. എന്നിട്ട് നിങ്ങൾക്കൊരു ഏകദേശം തോന്നുകയാണ് ഓക്കെ ആണെന്ന് തോന്നുമ്പോൾ മാത്രം എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക. അപ്പോൾ മാത്രമേ നമുക്ക് എന്താവുള്ളൂ? നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. വെറുതെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്ത് പോയി അയ്യോ എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ടെൻഷൻ കൂടുകയുള്ളൂ. അപ്പം അങ്ങനെ ചെയ്യരുത്. എല്ലാവരും എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കുക. എന്നിട്ട് മാത്രം എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ ഞാൻ പഠിച്ച ക്വസ്റ്റ്യനാണ് എനിക്കറിയാമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കരുത്. മിസ് ആൻസർ പറയുമ്പോൾ ഇത് തന്നെ ഞാനും വിചാരിച്ചത്. അങ്ങനെ ചെയ്യരുത്. നിങ്ങളെല്ലാവരും ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചു കഴിയുമ്പോൾ വീഡിയോ പോസ് ചെയ്യുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ ചെയ്യണം. ആൻസർ ചെയ്തതിന് മാത്രം ഒന്നെങ്കിൽ എഴുതുക.
ഈ ഓപ്ഷൻസും ക്വസ്റ്റ്യൻസും എഴുതിയെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾ എഴുതിയെടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആൻസർ ചെയ്തിട്ട് മാത്രം വീഡിയോ കാണാം. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഏരിയയിൽ എക്സ്ട്രാ ഇൻഫർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെങ്കിൽ മാത്രമേ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, asexual reproduction is seen in members of ഏത് കിങ്ഡം? ഏത് കിങ്ഡത്തിലെ മെമ്പേഴ്സിലാണ് asexual reproduction കാണുന്നത്? ഓക്കെ, കിങ്ഡം മൊനേറ, കിങ്ഡം പ്ലാന്റേ, കിങ്ഡം എനിമേലിയ, all of these. ഇതിൽ ആരിലാണ് asexual reproduction കാണുന്നത്? ഇതാണ്. ഇറ്റ് ഈസ് ഓൾ ഓഫ് ദീസ് അല്ലേ. ഈ എല്ലാ മെമ്പേഴ്സിലും എന്ത് കാണിക്കുന്നുണ്ട്? asexual reproduction കാണിക്കുന്നുണ്ട്. അപ്പം അനിമേലിയയിലായാലും പ്ലാന്റയിലായാലും മൊനേറൻസിലായാലും ഒക്കെ അനിമേലിയും പ്ലാന്റയും കുറച്ചുകൂടി ഹൈലി ഇവോൾവ് ഗ്രൂപ്പ് ആണെങ്കിലും അവരിൽ തന്നെ പ്രിമിറ്റീവ് ഗ്രൂപ്പ്സ് ഉണ്ടാവും. ഇപ്പം അനിമേലിയയിലാണെങ്കിൽ നമ്മളുടെ സ്പോഞ്ചസ് അല്ലേ, അല്ലെങ്കിൽ നമ്മളുടെ ഹൈഡ്ര, ഇതിലൊക്കെ എന്തുണ്ട്? asexual reproduction കാണിക്കുന്നുണ്ട്. അതേപോലെ പ്ലാന്റയിലാണെങ്കിൽ ആൽഗയിൽ കാണിക്കുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ മൊനേറൻസിലാണെങ്കിൽ ബാക്ടീരിയയിൽ ബൈനറി ഫിഷൻ ഒക്കെ കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ എല്ലാ ഗ്രൂപ്പ്സിലും എന്തുണ്ട്? asexual മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഉണ്ട്. സോ ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് ബൈനറി ഫിഷൻ ഇൻ അമീബ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗനൽ ഇസ് ഡ്യൂപ്ലിക്കേറ്റഡ്? ഓക്കെ, ബൈനറി ഫിഷൻ, അമീബയിൽ ബൈനറി ഫിഷൻ നടക്കുമ്പം ഏത് ഓർഗനാണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത്? ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക എന്ന് പറയുമ്പം ഡബിൾ ആവുന്നത് ഏതാണ്? ഓക്കെ, ഏതോ ഒരു ഓർഗൻ ഒന്നും കൂടി അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഉണ്ടാക്കിയിട്ടാണോ ഉണ്ടാവുന്നത്? പ്ലാസ്മ മെംബ്രെയിൻ ആണോ, ന്യൂക്ലിയസ് ആണോ, കോൺട്രാക്ടൈൽ വാക്യൂൾ ആണോ, ഓൾ ഓഫ് ദീസ്? ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യോ? ഓക്കെ, അപ്പോൾ ബൈനറി ഫിഷൻ എന്താണെന്ന് നമുക്ക് അറിയണം അല്ലേ. എന്താണ് ബൈനറി ഫിഷൻ? ബൈ എന്ന് പറയുമ്പം രണ്ട് അല്ലേ, പാരന്റ് ബോഡി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അമീബയിലാണെങ്കിൽ ഇങ്ങനെയുള്ള അമീബ ആദ്യം എന്ത് ചെയ്യും? അതിൻ്റെ സെൽ കണ്ടൻറ്റ് ഇൻക്രീസ് ചെയ്ത് കുറച്ച് ലാർജ് ആകും. പിന്നെ അതെന്താവും? ഒന്ന് സെൻട്രലി കുറച്ചൊരു ഇങ്ങനെ ഒരു ഇതായിട്ട് മാറും അല്ലേ. പിന്നെ ഡിവിഷൻ നടന്ന് രണ്ട് ഓർഗാനിസം ആയിട്ട്, രണ്ട് പുതിയ അമീബ ആയിട്ട് മാറും. അപ്പോൾ പാരന്റ് ബോഡി രണ്ട് പുതിയ സ്പീഷീസ് ആയിട്ട് മാറി അല്ലേ, രണ്ട് പുതിയ ഓർഗാനിസംസ് ആയിട്ട് മാറി. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഒറ്റ ന്യൂക്ലിയസ് അല്ലേ ആദ്യം ഉണ്ടാവുക. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും? ആ ന്യൂക്ലിയസ് ഡബിൾ ആവും. ഓക്കെ, എന്നിട്ട് അത് രണ്ടിലേക്കും ഡിസ്ട്രിബ്യൂട്ടഡ് ആകും. ഉണ്ടോ? അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന ഓർഗൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ന്യൂക്ലിയസ് ആണ്. ഓക്കെ, പ്ലാസ്മ മെംബ്രെയിൻ അല്ല. ന്യൂക്ലിയസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്ലാസ്മ മെംബ്രെയിനും ബാക്കി സാധനങ്ങളൊക്കെ അവർ തന്നെ ഉണ്ടാക്കിക്കോളും. ഓക്കെ, അപ്പം ഓപ്ഷൻ ബി ന്യൂക്ലിയസ് ഇസ് ദി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, asexual reproduction is the dash method of reproduction in organisms that have relatively simple organization like dash and dash. അപ്പോൾ ഈ 3 ഡാഷുകളാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. asexual reproduction എന്ന് പറയുന്നത് റയർ ആയിട്ട്, ഇവിടെ റയർ ആണോ വരിക, സിമ്പിൾ ഓർഗനൈസേഷൻ ലൈക്ക് പ്ലാന്റ് ആൻഡ് ബാക്ടീരിയ ആണോ, അങ്ങനെയാണ് 3 ഡാഷ് ഫില്ല് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട് കണ്ടോ. അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്യാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് റയർ, പ്ലാന്റ്, ബാക്ടീരിയ. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് കോമൺ, പ്ലാന്റ്, ബാക്ടീരിയ. ഓപ്ഷൻ സി കോമൺ, ആൽഗെ, ഫഞ്ചെ. ഓപ്ഷൻ ഡി റയർ, ആൽഗെ, ഫഞ്ചെ. ഇതിലേതാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളെ തോന്നൽ എപ്പോഴും ശരിയായിരിക്കണമെന്നില്ല. അപ്പോൾ നന്നായിട്ട് നോക്കാം കേട്ടോ, പഠിച്ചതൊക്കെ ഒന്ന് ഓർമ്മിച്ചിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ തന്നെ asexual reproductionൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. അപ്പോൾ അത് ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി asexual reproduction is not a rare process അല്ല, അതൊരു റയർ പ്രോസസ്സ് അല്ല asexual reproduction. അപ്പോൾ ഇതും കട്ടായി, ദെൻ ഡിയും കട്ടായി. asexual reproduction is a common method of reproduction ആണ്, കോമൺ മെത്തേഡാണ്. അപ്പം ഓപ്ഷൻ ബി അല്ലെങ്കിൽ സി ആയിരിക്കണം അല്ലേ. ദെൻ പ്ലാന്റ് ആൻഡ് ബാക്ടീരിയ എന്ന് തന്നിട്ടുണ്ട്, ആൽഗെ ആൻഡ് ഫഞ്ചെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പ്ലാന്റിലും ബാക്ടീരിയയിലും ആൽഗയിലും ഫഞ്ചയിലും ഒക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പോഴാണ് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുകൂടി വായിക്കേണ്ടത്. ദാറ്റ് ഹാവ് റിലേറ്റീവ്ലി സിമ്പിൾ ഓർഗനൈസേഷൻ ലൈക്ക്. ഓക്കെ, സിമ്പിൾ ഓർഗനൈസേഷൻ ഉള്ളത് നമ്മളുടെ പ്ലാന്റ്സിന് സിമ്പിൾ ഓർഗനൈസേഷൻ ആണോ? അല്ല, പ്ലാന്റ്സിന് നല്ല കോംപ്ലെക്സ് ഓർഗനൈസേഷൻ ആണ്. പ്ലാന്റ് കിങ്ഡത്തിൽ തന്നെ ഏറ്റവും ഡെവലപ്ഡ് ഗ്രൂപ്പായിട്ടുള്ള ആൻജിയോസ്പോംസ് ഒക്കെ വരുന്ന ആൾക്കാരാണ്. അപ്പം എന്തല്ല, ഈ സ്റ്റേറ്റ്മെൻ്റ് അല്ല. ഓപ്ഷൻ സി ഇസ് ദി കറക്റ്റ് ആൻസർ. ദാറ്റ് ഇസ് സിമ്പിൾ ഓർഗനൈസേഷൻ ലൈക്ക് ആൽഗെ ആൻഡ് ഫഞ്ചെ.
ഓക്കെ, അപ്പം ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആയോ അത് എന്തുകൊണ്ടാണെന്ന്? സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്തായാലും റയർ പ്രോസസ്സ് അല്ല, കോമൺ ആണെന്ന് മനസ്സിലായി. അങ്ങനെ നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റും കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ നമുക്കുള്ളത് ഇത് രണ്ടുമാണ്. ഇതിൽ 4ലും സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റിൽ സിമ്പിൾ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ ഓർഗനൈസേഷൻ പ്ലാന്റ്സിനല്ല, പ്ലാന്റ്സിൽ ഹൈലി നല്ല കോംപ്ലെക്സ് ഓർഗനൈസേഷൻ ആണ്. അപ്പം ഓപ്ഷൻ സി ഇസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Read the following statements about sexual reproduction and select the correct ones. ഓക്കെ, ഈ 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഈ 4 സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ വായിച്ചു നോക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഏതൊക്കെയാണോ അത് സെലക്ട് ചെയ്യുക. ആ ഓപ്ഷൻസ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് ഇൻവോൾവ്സ് എ സിംഗിൾ പാരൻറ്റ്. സെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ച് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണേ. ഓക്കെ, ഇറ്റ് ഇൻവോൾവ്സ് സിംഗിൾ പാരൻറ്റ്. 2 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സ്ലോവർ ദാൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ. 3, it produce progeny that are genetically identical with the parent but not with one another. Okay, option 4, the progeny of asexual reproduction can be termed as clones. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണോ നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നുന്നത് ആ ഓപ്ഷൻസ് എടുക്കാം. ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് 1ഉം 2ഉം ശരിയാണെന്നാണ്. ഓപ്ഷൻ ബി പറയുന്നത് 2ഉം 3ഉം ശരിയാണെന്നാണ്. ഓപ്ഷൻ സി പറയുന്നത് 1ഉം 4ഉം ശരിയാണെന്നാണ്. ഓപ്ഷൻ ഡി പറയുന്നത് 2 ഒഴികെ ബാക്കിയൊക്കെ ശരിയാണെന്നാണ്. 1ഉം 3ഉം 4ഉം ശരിയാണെന്നാണ്. ഓക്കെ, അപ്പം നിങ്ങൾ വായിച്ചു നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? കറക്റ്റ് ചൂസ് ചെയ്യാം. കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ, ഏതാണ്? അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റും ചെക്ക് ചെയ്യാം അല്ലേ. ആദ്യം എന്താണ്? ഇറ്റ് ഇൻവോൾവ്സ് എ സിംഗിൾ പാരൻറ്റ്. ശരിയല്ലേ? സെക്ഷൽ റീപ്രൊഡക്ഷനിൽ എന്താണ്? സിംഗിൾ പാരൻ്റ് ഉണ്ടാകുന്നുള്ളൂ. ആ ഒരു സിംഗിൾ പാരൻറ്റിൻ്റെ ബോഡിയിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? പുതിയൊരു ഓർഗാനിസം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും ശരിയാണ്. ദെൻ ഇറ്റ് ഈസ് സ്ലോവർ ദാൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ സ്ലോവർ ആണോ സെക്ഷൽ റീപ്രൊഡക്ഷനെക്കാളും? ഒരിക്കലും അല്ല. ഫോർ എക്സാമ്പിൾ ബൈനറി ഫിഷിന് എടുത്താൽ മതി. ബാക്ടീരിയ ഒക്കെ സെക്കൻഡ്സ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലേ. ഇറ്റ് ഈസ് നോട്ട് സ്ലോവർ ദാൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓക്കെ, ദെൻ ഇറ്റ് പ്രൊഡ്യൂസസ് പ്രോജനി ദാറ്റ് ആർ ജെനറ്റിക്കലി ഐഡൻറ്റിക്കൽ വിത്ത് ദ പാരൻറ്റ് ബട്ട് നോട്ട് വിത്ത് വൺ അനദർ. ആണോ? അല്ല അല്ലേ. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രോജനീസ്, ഓക്കെ, ഇപ്പോൾ ഒരു പാരൻറ്റ് സെല്ല് ഡിവൈഡ് ചെയ്ത് 2 ബൈനറി ഫിഷിൽ നടന്നിട്ട് 2 പുതിയ ഓർഗാനിസം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ 2 ഓഫ്സ്പ്രിങ്സും ഐഡൻറ്റിക്കൽ വിത്ത് ദ പാരൻ്റ് ആയിരിക്കും. അതേപോലെ തന്നെ തമ്മിലും ഐഡൻറ്റിക്കൽ വിത്ത് ഈച്ച് അതർ. ഓക്കെ, തമ്മിൽ എന്തായിരിക്കും? ഐഡൻറ്റിക്കൽ ആയിരിക്കും. ഇവിടെ പറഞ്ഞു നോക്കൂ, ഐഡൻറ്റിക്കൽ വിത്ത് ദ പാരൻ്റ് എന്ന് പറഞ്ഞു, ബട്ട് നോട്ട് ഐഡൻറ്റിക്കൽ വിത്ത് വൺ അനദർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇത് തെറ്റാണ്. ഓക്കെ, ദെൻ 4th one, the progeny of asexual reproduction can be termed as clones. ശരിയല്ലേ? നമ്മൾ asexual reproduction ഉണ്ടാകുന്ന പ്രോജനീസിനെ നമ്മൾ എന്ത് പറയും? ക്ലോൺസ് എന്ന് പറയും. കാരണം എന്താ? അവർ ഫോട്ടോസ്റ്റാറ്റ് കോപ്പീസ് ആണ് പാരൻസിൻ്റെ. അതുകൊണ്ട് നമ്മൾ അതിനെ ക്ലോൺസ് എന്ന് പറയും. അപ്പോൾ ഓപ്ഷൻ 1ഉം 4ഉം ആണ് ശരി. ഇതിലേതാണത്? ഓപ്ഷൻ സി, 1 and 4 is true. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലോൺസ് ആർ ഇൻഡിവിജ്വൽസ് ദാറ്റ് ഒബ്റ്റെയിൻഡ് ത്രൂ. ഓക്കെ, നേരത്തെ ആ ഒരു ക്വസ്റ്റ്യനെ ഒന്ന് മാറ്റി ചോദിച്ചിരിക്കുകയാണ്. അതിലൊരു സ്റ്റേറ്റ്മെൻറ്റിൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഉണ്ട്. നോക്കൂ, ക്ലോൺസ് ആർ ഒബ്റ്റെയിൻഡ് ത്രൂ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണോ, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആണോ, ബോത്ത് ഓഫ് ദീസ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഇതിലേതിലാണ് നമുക്ക് ക്ലോൺസ് കിട്ടുന്നത്? ഓക്കെ, ക്ലോൺസ്. ഇപ്പം ഞാൻ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ. ഓക്കെ, അപ്പം നമുക്കറിയാം സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലേ. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? വേരിയേഷൻ ഉണ്ടാവുന്നത്, റീകോമ്പിനേഷൻ ഉണ്ടാവുന്നത് അല്ലേ. ബാക്കി രണ്ടും നടക്കുമ്പോഴും, സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുമ്പോഴും വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുമ്പോഴും അവിടെ എന്തില്ല? റീകോമ്പിനേഷൻ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് പാരൻറ്റിനോട് എന്തായിരിക്കും? ഐഡൻറ്റിക്കൽ ആയിരിക്കും ഓഫ്സ്പ്രിങ്സ് ഇൻ ദീസ് 2 കണ്ടീഷൻസ്. അപ്പം ബോത്ത് ഓഫ് ദീസ് ഇസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, ഈ 2 കണ്ടീഷനിലും ഉണ്ടാവുന്ന ഓഫ്സ്പ്രിങ്സിനെ നമ്മൾ എന്ത് വിളിക്കും? ക്ലോൺസ് എന്ന് വിളിക്കും.
ഓക്കെ, അപ്പോൾ ബോത്ത് ഓഫ് ദീസ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which one of the following process result in the formation of clone? Okay, clone of amoeba. ഇതിൽ ഏത് പ്രോസസ്സ് നടന്നിട്ടാണ് അമീബയുടെ ക്ലോൺസ് ഉണ്ടാവുന്നത്? ഓപ്ഷൻ എ റീജനറേഷൻ, ഓപ്ഷൻ ബി ബഡ്ഡിംഗ്, ഓപ്ഷൻ സി ബൈനറി ഫിഷൻ, ഓപ്ഷൻ ഡി ഫ്രാഗ്മെൻറ്റേഷൻ. ഓക്കെ, അപ്പോൾ ഓരോ പ്രോസസ്സ് ഇതൊക്കെ എന്താണ്? സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ്റെ പ്രോസസ്സാണ് അല്ലേ? അപ്പം ഇത് ഓരോന്നും എന്താണെന്ന് അറിയണം, ഓരോന്നും ഏത് ഓർഗാനിസംസിലാണ് നടക്കുന്നതെന്ന് അറിയണം. റെഡി? ഓക്കെ, റീജനറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റീജനറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട്, ബോഡി പാർട്ട് ലൂസായി കഴിഞ്ഞാൽ അത് റീജനറേറ്റ് ചെയ്ത് ആ സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ റീജനറേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളെ പല്ലിയില്ലേ, പല്ലിയുടെ വാല് മുറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ വാല് അതിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് റീജനറേഷനാണ്, പുതിയതായിട്ട് റീജനറേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ലിസാർഡിൻ്റെ കേസിൽ റീജനറേഷനാണ് നടക്കുന്നത്. ബഡ്ഡിങ് എന്താണ്? ആ ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ പുതിയൊരു ബഡ് ഉണ്ടായിട്ട് ആ ബഡ് പിന്നെ പുതിയൊരു ഓർഗാനിസമായിട്ട് മാറും. നമ്മളുടെ ഹൈഡ്രയിലൊക്കെ നടക്കുന്ന ഏതാണ്? ഹൈഡ്രയിലും ഈസ്റ്റിലൊക്കെ നടക്കുന്നതാണ് ബഡ്ഡിങ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അമീബയുടെ കേസിലാണ്. ഓക്കെ, ബൈനറി ഫിഷൻ അല്ലേ? ബൈനറി ഫിഷനാണ് അമീബയിൽ എന്തുണ്ടാക്കുന്നത്? ക്ലോൺസ് ഉണ്ടാക്കുന്നത്. ഒരു ഓർഗാനിസം, ഒരു അമീബ ഡിവൈഡ് ചെയ്ത് 2 അമീബയായിട്ട് മാറും. അപ്പം അമീബയിൽ നടക്കുന്നത് ബൈനറി ഫിഷനാണ്. ദെൻ ഫ്രാഗ്മെൻറ്റേഷൻ എന്താണ്? ഇപ്പോൾ പ്ലനേറിയയുടെ കേസിലൊക്കെയാണ്, പ്ലനേറിയയുടെ കേസിലൊക്കെ ആണെങ്കിൽ ബോഡി മുറിഞ്ഞിട്ട് 3-4 ഫ്രാഗ്മെൻറ്റ്സ് ഒക്കെ ആയിട്ട് മാറും. ആ ഫ്രാഗ്മെൻറ്റ്സ് ഓരോന്നും പുതിയ സ്പീഷീസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ അതാണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ആൻഡ് അമീബയുടെ കേസിൽ ചോദിക്കുമ്പോൾ ഇറ്റ് ഈസ് ബൈനറി ഫിഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് cannot serve as വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ആയിട്ട് ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ അത് എന്നായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റാത്തത് ഇതിൽ ഏതാണ്? എ പീസ് ഓഫ് പൊട്ടാറ്റോ ട്യൂബർ വിത്ത് ഐസ്, എ മിഡിൽ പീസ് ഓഫ് ഷുഗർ കെയിൻ ഇന്റർനോഡ്, എ പീസ് ഓഫ് ജിഞ്ചർ റൈസോം, എ മാർജിനൽ പീസ് ഓഫ് ബ്രയോഫിലം ലീഫ്. ഓക്കെ, അപ്പോൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ എന്താണെന്ന് അറിയണം. എന്താണ് ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ എന്ന് പറയുന്നത്? ഏതെങ്കിലും ഒരു പാർട്ട് ഓഫ് പ്ലാന്റ് ബോഡി വിച്ച് ഈസ് യൂസ്ഡ് ഫോർ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ ബോഡി പാർട്ട് യൂസ് ചെയ്തിട്ട് പുതിയൊരു സ്പീഷീസിനെ, പുതിയൊരു ഓർഗാനിസത്തിനെ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് സ്റ്റെം ഉപയോഗിച്ചിട്ട് പുതിയതുണ്ടാക്കാം, റൂട്ട് ഉപയോഗിച്ചിട്ട് പുതിയതുണ്ടാക്കാം, ലീഫ് ഉപയോഗിച്ചിട്ട് പുതിയതുണ്ടാക്കാം അല്ലേ? ഇപ്പോൾ റോസിൻ്റെ ഒക്കെ കേസിൽ, റോസ് ഫ്ലവറിൻ്റെ ഒക്കെ കേസിൽ നമ്മൾ ആ സ്റ്റെമ്മ് കുഴിച്ചിട്ട് അല്ലേ, സ്റ്റെമ്മ് ഇങ്ങനെ മണ്ണിൽ കുഴിച്ച് വെച്ചിട്ടാണ് നമ്മൾ പുതിയതുണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ചില ചെടികളിൽ റൂട്ടോടെ കൂടെ വേണം, റൂട്ട് ഉണ്ടെങ്കിലാണ് പുതിയതായിട്ട് മാറുക. ചിലതിനാണെങ്കിൽ ലീഫ് മതി, ആ ഒരു ലീഫ് പീസിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? പുതിയതിനുണ്ടാക്കാം. അപ്പം ഇതൊക്കെ എന്താണ്? ഈ സ്റ്റെമ്മും റൂട്ടും ലീഫും ഒക്കെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളാണ്. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു ഓപ്ഷൻസിൽ ഏതാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ അല്ലാത്തത്? ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് സെർവ്? ഓക്കെ, അല്ലാത്തതാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, പൊട്ടാറ്റോ ട്യൂബർ വിത്ത് ഐസ് അല്ലേ? നമ്മളുടെ പൊട്ടാറ്റോ എന്തുണ്ടാവും? ഇങ്ങനെ കുറേ ഐസ് ഉണ്ടാവാറുണ്ട് അല്ലേ? ഇതിനെയാണ് നമ്മൾ നോഡ്സ് എന്ന് പറയുക. ഈ നോഡ്സിൽ ബഡ് ഉണ്ട്. ഈ ബഡ് നമ്മൾ ആ പൊട്ടാറ്റോന് നല്ല മോയ്സ്ചർ ഉള്ളൊരു സമയത്താണെങ്കിൽ കുറേ കാലം യൂസ് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലിങ്ങനെ പുതിയ പ്ലാന്റ് അതിൻ്റെ മുകളിൽ ഉണ്ടാവുന്ന പ്ലാന്റ്ലെറ്റ്സ് ഉണ്ടാവുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ പൊട്ടാറ്റോ ട്യൂബർ, ഐസ് ഉള്ള ആ പൊട്ടാറ്റോ ട്യൂബറിനെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് പുതിയ പ്ലാന്റ് ഉണ്ടാക്കാം. അപ്പം ഇറ്റ് ക്യാൻ സെർവ് അല്ലേ? അതൊരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. മിഡിൽ പീസ് ഓഫ് ഷുഗർ കെയിൻ വിത്ത് ഇന്റർനോഡ്. ഓക്കെ, നമുക്കറിയാം ഷുഗർ കെയിനിൽ എന്തുണ്ടാവും? കുറേ നോഡ്സ് ഉണ്ടാവും അല്ലേ? ഇതൊക്കെ നോഡ്സാണ്. ഈ ഒരു 2 നോഡിൻ്റെ ബിറ്റ്വീനിലുള്ള സ്പേസിനെയാണ് നമ്മൾ ഇന്റർനോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഷുഗർ കെയിനിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു നോഡെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അതിന് നമുക്ക് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിതേ ഈ ഒരു പോർഷൻ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇവിടെ 2 നോഡ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ ഒരു പോർഷൻ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അവിടെ നമുക്ക് പുതിയൊരു ഷുഗർ കെയിൻ പ്ലാന്റ് ഉണ്ടാക്കാം. പക്ഷേ ഇവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ, മിഡിൽ പീസ് ഓഫ് ഷുഗർ കെയിൻ ഇന്റർനോഡ്. ഇന്റർനോഡ് എന്ന് പറയുമ്പോൾ അവിടെ നോഡില്ല. ആ ഒരു പീസ് മാത്രം കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. കാരണം നോഡ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ?
പുതിയ പ്ലാന്റ് സ്പീഷീസിന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം ദിസ് കനോട്ട് സെർവ്. ഓപ്ഷൻ ബി കനോട്ട് സെർവ് ആസ് എ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ. എ പീസ് ഓഫ് ജിഞ്ചർ റൈസോം അല്ലേ, റൈസോമിൽ എന്തുണ്ട്, റൈസോമിൽ ജിഞ്ചറിൻ്റെ ഒക്കെ റൈസോമിലാണ് നമുക്ക് എന്തുള്ളത്, നോട്ട്സ് ഉള്ളത്. അത് കുഴിച്ചിട്ടാലും നമുക്ക് പുതിയ പ്ലാന്റ് സ്പീഷീസ് ഉണ്ടാവുക. സോ ഇറ്റ് ക്യാൻ ഓൾസോ സെർവ് ആസ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ. ദെൻ മാർജിനൽ പീസ് ഓഫ് ബ്രയോഫിലം ലീഫ്. ബ്രയോഫിലം നമ്മൾ എന്തായിരുന്നു എന്നാ പറഞ്ഞത്, ഇലമുളച്ചി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അല്ലേ ബ്രയോഫിലം. അപ്പോൾ അതിൻ്റെ ലീഫിൽ എന്തുണ്ടാകും, അതിൻ്റെ ലീഫിലൊക്കെ ബഡ് ഉണ്ടാകും, ലീഫിൻ്റെ മാർജിനിൽ. അപ്പോൾ അതിൻ്റെ ഒരു പീസ് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് പുതിയ പ്ലാന്റ് സ്പീഷീസിന് ഉണ്ടാക്കാം. അപ്പം ഇതിനും ചെയ്യാൻ പറ്റും. ഓപ്ഷൻ ബിക്കാണ് ചെയ്യാൻ പറ്റാത്തത്, കാരണം നമ്മൾ കുഴിച്ചിടുന്ന പീസിൽ നോട്ട്സ് ഇല്ല. അതുകൊണ്ട് ഓപ്ഷൻ ബി. ഓക്കെ. Exam Winner. Crack your exams with Exam Winner and be a true winner.